തുഷാർ വെള്ളാപ്പള്ളി BDJSന്റെ രൂപീകരണത്തോടുകൂടി BJP ആസൂത്രിതമായിട്ട് പ്ലാൻ ചെയ്ത ഈ ജനവിഭാഗങ്ങളിലേക്കുള്ള കടന്നുകയറ്റത്തിൻ്റെ അജണ്ട അവർ പതിറ്റാണ്ടായിട്ട് കൈകാര്യം ചെയ്തു വരികയാണ്. SNDP വിഭാഗം എല്ലാ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെല്ലാം ഉൾച്ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. വർഗീയവൽക്കരണത്തിലേക്ക് നീങ്ങുന്ന ഒരു വിഭാഗം BJPക്ക് വേണ്ടി സജീവമായി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്ന വസ്തുത. SNDPയുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ നേതൃത്വ വിഭാഗം ഉൾപ്പെടെ ഇപ്രാവശ്യം കൈകാര്യം ചെയ്തു എന്നുള്ളത് അവർ തന്നെ വിമർശനപരമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. നല്ല രീതിയിൽ നിരവധി മേഖലയിൽ BJPക്ക് അനുകൂലമായി, RSSന് അനുകൂലമായി, സംഘപരിവാറിന് അനുകൂലമായി അത്തരം വോട്ട് മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടന്നു എന്നുള്ളതാണ്. അപ്പോൾ ജാതി രാഷ്ട്രീയത്തിൻ്റെയും കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ താത്വികമായിട്ടെല്ലാം പറയുമെങ്കിലും സ്വത്വ രാഷ്ട്രീയത്തിൻ്റെയും കാര്യങ്ങളിൽ കേരളത്തിൽ ഇവിടെ ഈ ഇടപെടൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വരേണ്ടുന്ന ഒരു വിഭാഗം വോട്ട് നഷ്ടമായിട്ടുണ്ട് എന്ന കാര്യവും ഞങ്ങൾ കൃത്യമായിട്ട് കാണുകയുണ്ടായി. അല്ല, ഞങ്ങളതിനെ സംബന്ധിച്ച് എല്ലാ ഘട്ടത്തിലും ആവശ്യമായ തിരുത്തലുകൾ വരുത്താൻ തയ്യാറാണല്ലോ. ആരുടെയെങ്കിലും സ്റ്റേറ്റ്മെൻറ്റോ ആരുടെയെങ്കിലും പെരുമാറ്റമോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും നിലപാടുകളോ വ്യക്തിപരമായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. അത് പാർട്ടി എന്ന രീതിയിൽ പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുമ്പോട്ടേക്ക് പോകും. സർവ്വതല സ്പർശിയായ മേഖലയിൽ ആവശ്യമുള്ള തിരുത്തൽ പാർട്ടി നടത്തും. തെറ്റായ ഒരു പ്രവണതക്കും പാർട്ടി കൂട്ടുനിൽക്കുന്ന സമീപനം സ്വീകരിക്കില്ല. അത് നേതാക്കളുടെ കാര്യത്തിലായാലും സാധാരണ സഹാക്കളുടെ കാര്യത്തിലായാലും എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒന്നാണ്. കേരളത്തിലെ ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ഒരു ജനവിഭാഗമായിരുന്നു ഈ ഞങ്ങളുടെ എല്ലാ നാട്ടിൽ ഇവിടെ ഈഴവ. അവരാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയും പുരോഗമന പ്രസ്ഥാനത്തിൻ്റെയും നട്ടെല്ലായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവർ തന്നെയാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർഗീയ ധ്രുവീകരണത്തിലേക്കുള്ള നീക്കമാണ് ആരംഭിച്ചത്. അത് ശക്തിയായിട്ട് അതിനെ എതിർത്തുകൊണ്ട് തന്നെ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോയാൽ അതിൽ വിള്ളലുണ്ടാക്കാനുള്ള ശ്രമത്തെ നമുക്ക് ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത്. ഭാവി പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള വളരെ ഫലപ്രദമായ ഒരു ഇടപെടൽ അത് നമുക്ക് ഈ സാമൂഹിക ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന നിരവധിയായ മാറ്റങ്ങളെ ഉൾപ്പെടെ കണ്ടുകൊണ്ട് പോകണം. ഓരോന്നിനെ സംബന്ധിച്ച് ഇടപെടണം. അത് ഇടപെടുമെന്ന് തന്നെയാണ് തീരുമാനിച്ചത്. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. തോൽക്കാനുള്ള കാരണങ്ങൾ ഒടുവിൽ CPM കണ്ടെത്തി. ജനങ്ങൾ അകന്നു. പാർട്ടിയുടെ നട്ടെല്ലായ സമുദായങ്ങളിൽ നിന്ന് വോട്ട് ചോർന്നു. BJP വൽക്കരിച്ചു ജാതി സംഘടനകൾ. പാർട്ടി വോട്ടുകൾ BJPയിലേക്ക് പോയെന്ന് സമ്മതിക്കുന്ന CPM അതിന് കാരണക്കാരായി കണ്ടെത്തിയത് SNDPയെ. വെള്ളാപ്പള്ളി തന്നെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം പറഞ്ഞത് പാർട്ടിയും സമ്മതിക്കുന്നു. പക്ഷേ പാർട്ടിയോടുള്ള വിരോധമല്ല, SNDP നേതൃത്വത്തിൽ സംഘപരിവാർ മനസ്സ് രൂപപ്പെടുന്നതാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ക്രൈസ്തവ സമുദായത്തിന്റെ വോട്ടുകൾ UDFനേക്കാൾ LDFന് കുറവാണ് കിട്ടാറുള്ളത്. ഇത്തവണ അതും കിട്ടിയില്ല. ഭരണവിരുദ്ധ വികാരവും പിണറായി വിരുദ്ധതയും തുറന്നു സമ്മതിക്കാൻ തയ്യാറല്ലാത്തതിനാൽ അത് ക്ഷേമ പെൻഷൻ കുടിശ്ശികയിലും മാധ്യമങ്ങളുടെ തലയിലും കൊണ്ടിട്ടു. മുഖ്യമന്ത്രി എന്താണ് തിരുത്തേണ്ടതെന്ന മറുചോദ്യവും പാർട്ടി സെക്രട്ടറി ചോദിക്കുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. മനസ്സിലായോ സാറേ തോൽക്കാനുള്ള കാരണങ്ങൾ? പ്രൈം ഡിബേറ്റിൽ കോൺഗ്രസ് വക്താവ് ശ്രീ അനിൽ ബോസ്, CPM സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ അനിൽ ബോസ്, ഇന്ന് കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ നടത്തി അതിന്റെ എന്താണ് കണ്ടെത്തിയത് തോൽവിക്ക് കാരണം എന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറയുകയായിരുന്നു. താത്വികമായ അവലോകനം അദ്ദേഹം നടത്താറുള്ളതാണ്, അത് അതിൻ്റെതായ വഴിക്ക് പോകട്ടെ. പക്ഷേ കണ്ടെത്തിയ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ജാതി സംഘടനകൾ വർഗീയവൽക്കരിക്കുന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അതിൽ അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്, അതായത് പാർട്ടി കണ്ടെത്തിയ വിലയിരുത്തൽ എന്ന് പറയുന്നത് SNDP അത് സംഘപരിവാർ മനസ്സിലേക്ക് രൂപപ്പെട്ടു വരുന്നുവെന്നാണ്. അതിനിത്തവണ SNDP നേതൃത്വത്തെ പോലും പറയുന്നുണ്ട് CPM. എങ്ങനെ കാണുന്നു താങ്കൾ ഇതിനെ? ഞാൻ ആ കണ്ടെത്തലിനോട് യോജിക്കുന്നില്ല. ഒന്നാമത്തെ കാരണം, SNDP യോഗം RSS വൽക്കരിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. SNDP യോഗത്തിലെ ഏതെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടു എന്നതുകൊണ്ട് SNDP യോഗം മുഴുവൻ RSS ആണ് എന്ന് നിരീക്ഷിക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല.
പിന്നെ അവർ പറയുന്നത് അവർക്ക് ബേസ് വോട്ടായി മജോറിറ്റി വോട്ട് കിട്ടിയിരിക്കുന്നത് മുൻകാലങ്ങളിൽ ഈഴവ തീയ വിഭാഗത്തിൽ നിന്നാണ് എന്ന് പറയുന്നുണ്ട്. അത് ശരിയായ ഒരു നിരീക്ഷണമായിട്ട് ഞാൻ അംഗീകരിക്കുകയാണ്. പക്ഷേ എന്തുകൊണ്ട് ഇവരെ വിശ്വസിച്ച ഒരു സമൂഹം ഇവരെ തള്ളിപ്പറഞ്ഞു പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യണം. ഒരു സമുദായത്തെ ഒന്നോ രണ്ടോ വ്യക്തികളുടെ പേരിൽ അവർ എന്താ പറയുക, ഹിന്ദുത്വവാദികളാണ് എന്ന് തോന്നുന്ന തരത്തിൽ വർഗീയവൽക്കരിച്ച് കണ്ടെത്തുന്നത് തൽക്കാലം തടി രക്ഷിക്കാനുള്ള നിരീക്ഷണം മാത്രമാണ്. എന്തുകൊണ്ട് CPM-ന്റെ സഹയാത്രികരായി മജോറിറ്റി ഈഴവ അല്ലെങ്കിൽ തീയ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വോട്ട് ചെയ്തവർക്ക് അവരോടൊപ്പം നിൽക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ടാണ് കഴിയാത്തത്? അതിന് പരീക്ഷിക്കേണ്ടതും പരിശോധിക്കേണ്ടതുമായ മറ്റൊരുപാട് കാരണങ്ങളുണ്ട്. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട സംവരണമടക്കം വിവിധ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംവരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഈ ഗവൺമെൻറ്, ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് തന്നെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ആയി പിണറായി വിജയൻ വന്നതിന് ശേഷം, അദ്ദേഹവും ആ വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണല്ലോ, അദ്ദേഹം വന്നതിന് ശേഷം നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങളിൽ എത്ര എണ്ണം പ്രാവർത്തികമായിട്ടുണ്ട്, കേവലം പ്രസ്താവനകളല്ലാതെ യാഥാർത്ഥ്യമായിട്ടുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പോൾ മനസ്സിലാകും ആ കമ്മ്യൂണിറ്റി അവരിൽ നിന്ന് മാറാനുള്ള സാഹചര്യം എന്താണെന്ന്. അതിനെ RSS വൽക്കരിച്ചത് കൊണ്ട് ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. പക്ഷെ അതിന് വെള്ളാപ്പള്ളി നടേശൻ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞ കാര്യം കൂടി MP ഗോവിന്ദൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ന്യൂനപക്ഷ പ്രീണനം എന്നല്ല, ന്യൂനപക്ഷങ്ങളിൽ ഒരു വിഭാഗത്തെ, അതായത് വെള്ളാപ്പള്ളി അത് മുസ്ലിം വിഭാഗങ്ങളെ എടുത്തു പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു മുസ്ലിം പ്രീണനം ഇവിടെ നടത്തുന്നുണ്ടായിരുന്നു CPM-ഉം പിണറായി സർക്കാരും. അതിൽ മനം മടുത്തിട്ടാണ് ഈഴവ സമുദായം, അദ്ദേഹം അത് എടുത്തു പറയുകയും ചെയ്തിരുന്നുവല്ലോ വെള്ളാപ്പള്ളിയുടെ ആ ഒരു നിരീക്ഷണം, ആ ഒരു തുറന്നു പറച്ചിൽ, അദ്ദേഹം രക്തസാക്ഷിയാവാനും ഇതിൽ തയ്യാറാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്നതിലൂടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ തനിക്കുണ്ടായാൽ അത് നേരിടാനും തയ്യാറാണെന്ന് വെള്ളാപ്പള്ളി അന്ന് പറഞ്ഞിരുന്നു. അതുകൂടി ചർച്ച ചെയ്യുകയുണ്ടായി CPM. അപ്പോൾ അവിടെ ന്യൂനപക്ഷം എന്നല്ല വെള്ളാപ്പള്ളി പറഞ്ഞത്, മുസ്ലിം പ്രീണനം നടക്കുന്നുണ്ട് ഇവിടെ, അത് CPM-ഉം പിണറായി സർക്കാരുമാണ് നടത്തിയത്. അതുകൊണ്ട് ഹൈന്ദവ സമുദായത്തിലെ പിന്നാക്ക വിഭാഗക്കാർ പാർട്ടിയിൽ നിന്നും CPM-ൽ നിന്നും, അതാണ് നട്ടല്ല എന്ന് പറയുന്നത്. അതിന്ന് MP ഗോവിന്ദനും പറഞ്ഞു ഞങ്ങളുടെ നട്ടല്ലാണ് ആ സമുദായങ്ങൾ എന്ന്. അപ്പോൾ അവരകന്നു എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു. പക്ഷേ വെള്ളാപ്പള്ളി അതിന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഈ തരത്തിലുള്ളതാണ്. പക്ഷേ അതിനെ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നുണ്ട് പിണറായി സർക്കാർ എന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളി അത് വ്യാഖ്യാനിക്കാൻ നോക്കിയെന്നാണ് ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. അതായത് ക്രൈസ്തവ വിഭാഗങ്ങളും മുസ്ലിം വിഭാഗങ്ങളും ഉൾപ്പെടുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഈ സർക്കാർ പ്രീണിപ്പിക്കുന്നുവെന്ന്. പക്ഷേ വെള്ളാപ്പള്ളി പറഞ്ഞത് അങ്ങനെയല്ല. അപ്പോൾ ആ ഒരു വ്യത്യാസം അവിടെയുണ്ട്. അതിൽ താങ്കൾ ഏത് പക്ഷത്താണ്? വെള്ളാപ്പള്ളി പക്ഷത്തോട് ചേരുന്നുണ്ടോ, CPM പക്ഷത്തോട് ചേരുന്നുണ്ടോ? അല്ല, SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ അഭിപ്രായത്തെ സംബന്ധിച്ച് ഞാൻ SNDP യോഗത്തിൻ്റെ വക്താവല്ല. ഞാൻ ആ സമുദായത്തിൽപ്പെട്ട ഒരാളാണെന്നുള്ള കാര്യം ഞാൻ നിഷേധിക്കുന്നില്ല. ഞാൻ നല്ല ഒരു ഗുരുദേവ ഭക്തനും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളോട് വളരെ നല്ല ബന്ധമുള്ള ഒരാളാണ്. ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ SNDP യോഗത്തിൻ്റെ വക്കാലത്ത് എനിക്കില്ല. അതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ CPM കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി എടുത്തിട്ടുള്ള സമീപനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അതിൽ ചില ശരികളില്ലേ? കേവലം ഈ നാട്ടിലെ താൽക്കാലികമായ വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി ചർച്ചകളിൽ പങ്കെടുക്കുന്ന നമ്മൾ, മഞ്ജുഷും ഞാനുമായി എത്രയോ കാലമായി ചർച്ചയിലിരിക്കുന്നു. ആ ചർച്ചയിലൊക്കെ വരുന്ന CPM പ്രതിനിധികൾ എടുക്കുന്ന ഒരു സമീപനം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പം തന്നെ രാജ്യത്ത് നടന്നിട്ടുള്ള 2024 പൊതു തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് ഒരു പ്രതിപക്ഷം, ആ പ്രതിപക്ഷ മുന്നണിയുടെ ഭാഗമാണ് CPM, ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ആ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ദേശീയ തലത്തിൽ BJP-ക്കെതിരെ അല്ലെങ്കിൽ വർഗീയ തീവ്രവാദ ഹിന്ദുത്വ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നുവെന്ന് നാം ആക്ഷേപിക്കുന്ന ഫാസിസ്റ്റ് മൂവ്മെൻറ്റിനെതിരായിട്ട് നമ്മൾ നിലപാടെടുക്കുമ്പോൾ കേരളത്തിലെ CPM എന്ത് നിലപാടാണ് എടുത്തത്? കേരളത്തിലെ CPM-ൻ്റെ ഏതെങ്കിലും നേതാക്കളിൽ നിന്ന് BJP-ക്കെതിരായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ അവർ പറയുന്ന SNDP RSS വൽക്കരിക്കുന്നു, CPM RSS വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നാ എനിക്ക് തോന്നിയത് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഒരു ഘട്ടത്തിൽ പോലും അവർ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചത് രാഹുൽ CPM RSS വൽക്കരിച്ചാൽ ഈഴവ സമുദായാംഗങ്ങൾ BJP-ക്ക് വോട്ട് ചെയ്യണമെന്നില്ലല്ലോ. അല്ല, ഈഴവ സമുദായം എന്ന് പറയുന്ന RSS അല്ലല്ലോ. അതിലുണ്ടാവുന്ന എല്ലാ പാർട്ടിയിലും കോൺഗ്രസ് പാർട്ടിയിൽപ്പെട്ടവരില്ലേ? ഈഴവ സമുദായത്തിൽപ്പെട്ട മജോറിറ്റി ആളുകൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് നിന്നവരാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. പക്ഷേ CMB-യുടെ ആവിർഭാവം, MV രാഘവന്റെ നേതൃത്വത്തിൽ, ഗൗരിയമ്മയുടെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ സംരക്ഷണ സമിതിയുടെ ആവിർഭാവം, തുടർന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള
വ്യത്യസ്തമായ നിലപാടുകൾ അതെല്ലാം CPM-ൽ നിന്ന് ആ സമൂഹത്തെ അകറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പിന്നെ SNDP യോഗം എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ ലൈൻ സ്വീകരിക്കുന്ന, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഒരു ലൈൻ ഉണ്ടല്ലേ, അദ്ദേഹത്തിൻ്റെ മകൻ ഒരു ലൈൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഈഴവ സമുദായത്തിൻ്റെ മുഴുവൻ ലൈനല്ല. വളരെ സ്വതന്ത്രമായി ചിന്തിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അവർ. പല പാർട്ടികളിലുണ്ട്. മജോറിറ്റി വോട്ട് LDF-ന് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് മുൻകാലങ്ങളിൽ. ആ വിശ്വാസം സംരക്ഷിക്കുന്ന സമീപനം ആ സമൂഹത്തിൻ്റെ അഭ്യുന്നതിക്ക് വേണ്ടി ചെയ്യുന്നില്ലെന്നോ, അല്ലെങ്കിൽ സാധാരണക്കാരെ ബാധിക്കുന്ന ജനകീയ പ്രശ്നങ്ങളിൽ നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്നു എന്ന് വ്യത്യസ്താഭിപ്രായം ഈഴവ സമുദായത്തിന് മാത്രമല്ലല്ലോ, എല്ലാ സമുദായങ്ങൾക്കും ഉണ്ടല്ലോ. ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഇവിടുത്തെ തൊഴിൽ മേഖലയിൽ നടക്കുന്ന പിൻവാതിൽ നിയമനത്തെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായമുണ്ടോ? ഈഴവ സമുദായത്തിനോ നായർ സമുദായത്തിനോ ദളിത് വിഭാഗങ്ങൾക്കോ കേരളത്തിലെ PSC-യുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ചോദ്യപേപ്പർ, അനധികൃതമായിട്ടുള്ള പരീക്ഷ, പിൻവാതിൽ നിയമനം, ഇവിടുത്തെ പെൻഷൻ കുടിശ്ശിക, രൂക്ഷമായ വിലക്കയറ്റം, ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്തു നോക്കൂ. കാർഷിക മേഖലയിൽ ഇപ്പോഴും നെല്ല് കൊടുത്തിട്ടും ആ വില കിട്ടാത്ത കർഷകർ. അപ്പം ആ കാര്യത്തിലൊന്നും ഒരു സമുദായവൽക്കരണം ഇല്ലെന്നേ, മതവൽക്കരണം ഇല്ലെന്നേ. ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ഗവൺമെൻറ്റിന് കഴിഞ്ഞാൽ വളരെ കൃത്യമായി, ഞാൻ ചോദിക്കട്ടെ, ഈ രണ്ടാം പിണറായി സർക്കാർ ഉണ്ടാകുന്നത് എങ്ങനെ? കോവിഡ് കാലത്ത് അവർ എന്തൊക്കെയോ നന്മ ചെയ്തു എന്ന് ധരിപ്പിക്കുകയോ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യുന്നതിൽ ഇടതുപക്ഷം വിജയിച്ചു, ജനം അവരോടൊപ്പം നിന്നൂന്നേ. എന്നാൽ പിന്നീട് അവർക്ക് മനസ്സിലാകുക, ഓരോ ഘട്ടത്തിലും KK ശൈലജ ടീച്ചർ അടക്കം പരാജയപ്പെടുമ്പോൾ കേരളത്തിന് ബോധ്യമാകുകയാണ് അന്ന് ഈ ചെയ്തത് തെറ്റായിപ്പോയി, ഇവർ ഒരിക്കലും നീതിപൂർവം പ്രവർത്തിച്ചില്ല. ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ജനോപകാരപ്രദമായ നടപടികൾ ഉണ്ടാകുന്നില്ല. അതിനെല്ലാ സമുദായം, ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ എറണാകുളത്ത് ഹൈബി ഈഡൻ 2.5 ലക്ഷം വോട്ടിന് ജയിക്കുകയാണ്, ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് ജയിക്കുകയാണ്. ഇതെല്ലാം കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്തിട്ടാണോ? ഇതെല്ലാം ഐക്യ ജനാധിപത്യ മുന്നണിക്കാർ വോട്ട് ചെയ്തിട്ടാണ്. ശരി, അത് മാത്രമല്ല കണ്ണൂരിലെയും കാസർഗോഡിലെയും കാര്യം എടുത്തു പറയേണ്ടി വരും. അവിടെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുകൊണ്ടല്ലോ വോട്ടുകൾ CPM-ൽ നിന്ന് കോൺഗ്രസിലേക്ക് ഒഴുകിയത്. രാജ്മോഹൻ ഉണ്ണിത്താനും K സുധാകരനും ഒക്കെ 1 ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് ജയിച്ചത്. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അതിനൊരു വിരോധാഭാസം അക്കാര്യത്തിൽ ഉണ്ട് താനും ഇന്ന് പാർട്ടിയുടെ വിലയിരുത്തലിൽ. ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ, അതായത് CPM-ൽ നിന്ന് ഏതൊക്കെ വോട്ട് മറ്റു പാർട്ടികളിലേക്ക് പോകുന്നോ, CPM-ൽ നിന്ന് ഏതൊക്കെ വോട്ട് പോകുന്നു, അതെല്ലാം വർഗീയവൽക്കരണമായി കണ്ടുകൊണ്ടാണ് ഇന്ന് MV ഗോവിന്ദൻ പാർട്ടിയുടെ വിലയിരുത്തൽ അവതരിപ്പിച്ചത്. അത് തെറ്റായ ഒരു വിലയിരുത്തലല്ലേ? മഞ്ജുഷെ, കഴിഞ്ഞ 5 ദിവസങ്ങളിലായി CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് 2 ദിവസവും തുടർന്ന് 3 ദിവസങ്ങൾ സംസ്ഥാന സമിതിയും വസ്തുനിഷ്ഠ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഒരു വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്. നേരത്തെ ഞാൻ പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട്, CPM-ന്റെ സംസ്ഥാന സമിതിയിലും അതുപോലെ ഘടകങ്ങളിൽ പലയിടത്തും സംവാദത്തിനിടമില്ലാത്ത തരത്തിൽ ഏക ശബ്ദമാനമായി സംസ്ഥാന സമിതിയും അതുപോലെ തന്നെ മറ്റ് ഘടകങ്ങളും മാറിയിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു. എന്നാൽ അതിനൊക്കെ വ്യത്യസ്തമായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തുടങ്ങുന്നതിനു മുമ്പേ മുതിർന്ന നേതാക്കന്മാർ പോലും മാധ്യമങ്ങളിൽ നടാടെയാണ് അത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നത്. മുതിർന്ന നേതാക്കൾ നടാടെ പുറത്ത് കാര്യങ്ങൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവർ വിമർശനാത്മകമായി ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തെ വിലയിരുത്തിക്കൊണ്ട് മാധ്യമങ്ങളുമായി സംവദിച്ചു. അതിനുശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സമിതിയിലും വിശദമായി ചർച്ചകൾ നടത്തി അതിന്റെ രാഷ്ട്രീയ മാർഗരേഖ എന്താവണം ഇനി CPM-ന്റെ പ്രവർത്തനം എന്നത് സംബന്ധിച്ച് വളരെ ചിട്ടയും അടുക്കും കൂടി പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു മാർഗരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഈ തുടർന്നുള്ള ജില്ലാ കമ്മിറ്റികളിലും ഏരിയ കമ്മിറ്റികളിലും ലോക്കൽ കമ്മിറ്റികളിലും ബ്രാഞ്ച് തലം വരെ അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശവും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും ഇത്തരം വസ്തുനിഷ്ഠ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചാലും ഞങ്ങൾ പരാജയപ്പെട്ടാലും ഞങ്ങൾ അത് റിവ്യൂ ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്നാമതായിട്ട് റിവ്യൂ ചെയ്യേണ്ട കാര്യം പിണറായി വിരുദ്ധത എന്നുള്ളതാണല്ലോ. അങ്ങനെ ഒരു റിവ്യൂ വരുന്നില്ല കേട്ടോ. അങ്ങനല്ല, 2024 തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ CPM-ന് നിർത്താൻ കഴിഞ്ഞു. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം മുതൽ MLA-മാരെ അടക്കം തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചിട്ടും ശക്തി കേന്ദ്രങ്ങളെന്ന് കരുതിയിരുന്ന CPM കേന്ദ്രങ്ങളിൽ നിന്ന് വോട്ട് ചോർന്നു പോയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഞങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നു. ഉൾക്കൊണ്ടെങ്കിൽ അത് ജാതി സംഘടനയുടെ മുകളിൽ കെട്ടിവെക്കുകയില്ലായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ പിണറായി വിരുദ്ധതയ്ക്ക് 1ാം സ്ഥാനം നൽകണമായിരുന്നു, അത് നൽകിയിട്ടില്ല. അങ്ങനെ കേരളത്തിലെ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ ഈഴവ സമുദായത്തിനുള്ള ഏറ്റവും പ്രാമുഖ്യം വളരെ കൃത്യമായി ബോധ്യമുള്ളതാണ് CPM-ന്.
CPM-ന്റെ എല്ലാ കാലത്തെയും ശക്തി സ്രോതസ് ആ സമുദായങ്ങൾ നൽകിയിരുന്ന പിന്തുണയും ആ സമുദായങ്ങളുടെ പ്രവർത്തകരുമായിരുന്നു എന്നുള്ള വസ്തുത മറച്ചുവെക്കാനാവില്ല. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ ഈ വിഷയം CPM-നും അതുപോലെ തന്നെ CPM-നെ സ്നേഹിക്കുന്നവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. CPM-ൽ നിന്നും ഈഴവ സമുദായ അംഗങ്ങൾ ഒഴുകി മാറിയിരിക്കുന്നു. അത് പോയത് BJP-യിലേക്കും കോൺഗ്രസിലേക്ക് ഒരു വിഭാഗവും എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ആ വസ്തുത മറച്ചു വെച്ചുകൊണ്ട് അങ്ങനെ ഒരു വസ്തുത നടന്നിട്ടില്ല. അതിനുള്ള കാര്യകാരണങ്ങളിലുണ്ട്. സ്വത്വ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏറ്റവും അപകടം പിടിച്ച രാഷ്ട്രീയ ചിന്താഗതിയാണെന്ന് വിലയിരുത്തുന്നതാണ് CPM. മാത്രമല്ല CPM-ന്റെ എല്ലാ കാലത്തെയും രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്നത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരേപോലെ എതിർക്കപ്പെടണമെന്നുള്ളതാണ്. ഇവിടെ നിർഭാഗ്യവശാൽ ചില ഘട്ടങ്ങളിൽ ന്യൂനപക്ഷ സമുദായങ്ങളെ അല്ലെങ്കിൽ ആ അംഗങ്ങളെ സ്വാധീനിക്കുന്നതിനു വേണ്ടി എന്ന ശ്രമത്തിന്റെ ഭാഗമായി ന്യൂനപക്ഷ സമുദായങ്ങളെ വഴിവിട്ട് പ്രീണിപ്പിക്കുന്ന തരത്തിൽ തോന്നുന്ന തരത്തിലേക്ക് CPM-ന്റെ ചില നയപരിപാടികൾ പോയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു വസ്തുത. ആ വസ്തുതയിൽ നിന്ന് നേരത്തെ CPM-നുണ്ടായിരുന്ന വോട്ട് ബാങ്കുകളായ ഈഴവ സമുദായങ്ങൾ CPM-ൽ നിന്നും ഭൂരിപക്ഷം ഒഴുകിപ്പോയിട്ടുണ്ട്. ആ വസ്തുതകളായിരുന്നു. അതിനുള്ള ആ വസ്തു അംഗീകരിക്കുന്നില്ല അഡ്വക്കേറ്റ് BN ഹസ്കർ. ആ വസ്തുത CPM അംഗീകരിക്കുന്നില്ല, തുറന്ന് സമ്മതിക്കുന്നില്ല. ഗോവിന്ദ മാസ്റ്ററോട് ഇക്കാര്യം ചോദിച്ചിരുന്നു. അദ്ദേഹം അതിന് വെള്ളാപ്പള്ളിയെ കുറ്റം പറയുകയാണ് ചെയ്യുന്നത്. SNDP അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്താൻ പാടില്ലായിരുന്നു എന്ന വിലയിരുത്തലാണ്. CPM സഹയാത്രികനായ താങ്കൾക്ക് അത് തോന്നുന്നത് പോലെ പാർട്ടിക്ക് എന്തുകൊണ്ട് തോന്നുന്നില്ല അങ്ങനെ ഒരു പ്രീണന നയം ഉണ്ടായിരുന്നു എന്നുള്ളത്? അല്ല, അതിന്റെയൊക്കെ കൂടെ പശ്ചാത്തലത്തിലാണ് അതിന്റെ കാര്യകാരണങ്ങൾ. ഒന്ന്, രണ്ടാമത്തെ കാര്യകാരണങ്ങളിൽ ഏറ്റവും പരമപ്രധാനമായി തോന്നുന്നത് SNDP യോഗത്തിന്റെ നേതൃത്വത്തിലിരിക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള നേതാക്കന്മാർ അവർ SNDP-യെ RSS വൽക്കരിക്കുന്നതിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അവിടെയാണ് പ്രശ്നം. അതിനെ ഈ BJP-യിലേക്ക് വോട്ട് പോകുന്നതിനെ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ RSS ആ കുടുംബം തന്നെ RSS വൽക്കരിച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. അതിന് കാരണം ഈ SNDP യോഗം വോട്ടുകൾ എന്ന് പറയുന്നത് ഈഴവ സമുദായത്തിന്റെ വോട്ടുകൾ കുറേയേറെ പാർട്ടിയിൽ നിന്ന് പോയി, അത് BJP-യിലേക്ക് പോയി എന്നുള്ള കാര്യം മാത്രമല്ല, ഈ വാർത്താ സമ്മേളനത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി നടത്തിയ പരാമർശങ്ങളും യോഗനാഥത്തിൽ അദ്ദേഹം എഴുതിയ ലേഖനവുമാണ്. താൻ രക്തസാക്ഷിയാവാനും തയ്യാറാണ്, ചില സത്യങ്ങൾ തുറന്നു പറയുകയാണ് എന്ന്. അതിലാണ് ഈ മുസ്ലിം പ്രീണനം അദ്ദേഹം എടുത്തു പറഞ്ഞത്. അത് LDF-ന്റെയും UDF-ന്റെയും കാര്യം അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. അതിന്റെ ചുവട് പിടിച്ചാണ് ഗോവിന്ദ മാസ്റ്റർ ഇങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തിയിരിക്കുന്നത്. അല്ലാതെ അവിടെ ഈ പ്രീണനം നടത്തുന്നു എന്ന കാര്യം അദ്ദേഹം സമ്മതിച്ചിട്ടേ ഇല്ല. അതിന് തോന്നലിനെ പോലും അദ്ദേഹം പറയുന്നില്ല. മാത്രമല്ല ഇന്ത്യൻ കോൺടെസ്റ്റിൽ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, ഒരു കാര്യം, മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് സ്വാഭാവികമായി വന്നിട്ടുള്ള ആശങ്കകൾ, ആ ആശങ്കകൾക്കൊപ്പം നിൽക്കുന്ന ഘട്ടത്തിൽ, ആ ആശങ്കകളെ അഡ്രസ് ചെയ്യുന്ന ഘട്ടത്തിൽ CPM എടുത്തിട്ടുള്ള നിലപാടുകളിൽ തെറ്റിദ്ധാരണ വരുത്തിയിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണയാണ് ഈഴവ സമുദായങ്ങളെ RSS-ലേക്ക് നയിക്കുന്നതിന് വെള്ളാപ്പള്ളി നടേശനും അതുപോലെ തന്നെ SNDP യോഗത്തിന്റെ നേതൃത്വത്തിനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ആ വസ്തുതയിൽ നിർത്തിക്കൊണ്ട് വേണം നമുക്കിതിനെ വിലയിരുത്താൻ. അതുകൊണ്ടാണ് സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ വളരെ കൃത്യമായി ഇത് സംബന്ധിച്ച് വിമർശനം ഉന്നയിച്ചത്. SNDP യോഗത്തിന്റെ രാഷ്ട്രീയ നിലപാട് കാലാകാലങ്ങളിൽ നമുക്കറിയാവുന്നതാണ്. SNDP യോഗം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നേതൃത്വത്തിലേക്ക് വരുന്നതിന് തൊട്ടു മുമ്പ് അന്ന് VS-ന്റെ അടക്കം ഇടപെടലുകൾ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പോൽ വ്യക്തിയെ SNDP യോഗത്തിന്റെ നേതൃത്വ നിരയിലേക്ക് കൊണ്ടുവരുന്നതിന് സഹായകമാകുന്ന ഒരു സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതിനു മുമ്പ് ശ്രീ MK രാഘവനും അതിനുശേഷം അഡ്മിനിസ്ട്രേറ്റീവ് ഭരണവുമായിരുന്നു SNDP യോഗത്തിന് ഉണ്ടായിരുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിൽ നിന്ന് അദ്ദേഹം വന്ന വഴി മറന്നുകൊണ്ട് SNDP യോഗത്തിന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് RSS-ലേക്ക് നയിക്കുന്ന തരത്തിലേക്കാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. BDJS-ന്റെ രൂപീകരണം മുതൽ BDJS-ന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഊർജം പകരുന്നത് SNDP യോഗത്തിന്റെ ശാഖകളിലൂടെയാണ് എന്നുള്ള വസ്തുത നമുക്ക് മറച്ചു വെക്കാനാവില്ല. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഇടതുവിരുദ്ധത എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരം തന്നെയായിരുന്നു എന്നുള്ളതിന് ഒരു സംശയവും ആർക്കും ഉണ്ടാവില്ല. അത് മറച്ചു വെച്ചുകൊണ്ടല്ല CPM-ന്റെ സെക്രട്ടറി ഇന്ന് വാർത്താമാധ്യമങ്ങളെ കണ്ടത്. അതുകൊണ്ട് ഞങ്ങളുടെ ശൈലിയെ സംബന്ധിച്ച്, CPM നേതൃനിരയിൽ നിൽക്കുന്ന നേതാക്കന്മാരുടെ ശൈലിയെ സംബന്ധിച്ച് തിരുത്തേണ്ടത്. അപ്പോഴാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് മുഖ്യമന്ത്രി തിരുത്തേണ്ടത്. ഒരു വ്യക്തിയുടെ ശൈലി രൂപപ്പെടുന്നത് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ അല്ല.
അപ്പോ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 6 പതിറ്റാണ്ടായി പൊതുജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം നിങ്ങൾ മാധ്യമങ്ങളുടെ ലുല്ലബി കേട്ട് വളർന്നു വന്ന ഒരു നേതാവല്ല. പക്ഷെ ആ ശൈലി എപ്പോഴും കേരളം സഹിക്കണമെന്ന് നിർബന്ധം പിടിച്ചുകൂടാ. അങ്ങനെ പറ്റില്ല. ശൈലി മാറ്റണമെന്ന് ഒരുമിച്ചുള്ള ഒരു ആവശ്യം ഉയരുകയാണെങ്കിൽ മാറ്റേണ്ടി വരും. അതായിരുന്നു ഈ ജനവിധി. അതാണ് ഷോക്ക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് ഈ ജനവിധിയിലൂടെ കിട്ടുകയാണ്. എന്നിട്ടും ഏത് ശൈലിയാണ് മാറ്റേണ്ടതെന്ന് ചോദിച്ചാൽ അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി തുടരുകയാണെങ്കിൽ എന്തായിരിക്കും ഫലമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ശ്രീജിത്ത് പണിക്കർ, ഈ ഇന്നത്തെ ഈ നിരീക്ഷണമുണ്ടല്ലോ, CPM-ന്റെ ഒരു തലപുകഞ്ഞുള്ള ആലോചനയ്ക്കൊടുവിലാണ് ഇത്തരത്തിലുള്ള വിലയിരുത്തലുകളിലേക്ക് പാർട്ടി വന്നത്. സ്വത്ത് രാഷ്ട്രീയത്തിലേക്ക് വന്നെത്തുകയാണ് ഏറ്റവും ഒടുവിൽ. ഇത് ഇത്രമാത്രം തുറന്നു പറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ SNDP യോഗത്തിന്റെ പേര് പറഞ്ഞ്, വെള്ളാപ്പള്ളി നടേശന്റെ പേര് എടുത്തു പറഞ്ഞ് ഞങ്ങളുടെ നട്ടെല്ലായ വോട്ടുകൾ ഒഴുകിപ്പോവുകയാണ്, അത് BJP-യിലേക്ക് പോയി എന്ന കാര്യം തുറന്നു പറയുവാൻ പാർട്ടി സെക്രട്ടറി തയ്യാറായി എന്നത് തന്നെ വലിയ കാര്യമല്ലേ? അല്ല ശ്രീ മഞ്ജുഷ്, അതല്ലാതെ അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും മാർഗമുണ്ടായിരുന്നോ എന്നുള്ളതാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത്. കാരണം CPM-ന്റെ ഈ വിലയിരുത്തൽ നടത്തുന്ന ആ ഒരു പശ്ചാത്തലത്തിലാണ്, അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുകയും ആ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ രക്തസാക്ഷിയാകണമെങ്കിൽ അതിനും താൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് SNDP-യുടെ മുഖപ്രസിദ്ധീകരണത്തിൽ അദ്ദേഹം എഴുതുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു യാഥാർത്ഥ്യം ആൾക്കാരുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നു. അതൊരു സമുദായ നേതാവിന്റെ ഭാഗത്ത് നിന്ന് മറ്റ് ഇതര സമുദായങ്ങളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിലുള്ള അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം മുൻപ് പറഞ്ഞിരുന്ന രീതിയിൽ മയപ്പെടുത്തിയിട്ടല്ലാതെ കുറച്ചുകൂടി കാഠിന്യത്തോടുകൂടി ഒരു പ്രധാനപ്പെട്ട സമുദായ നേതാവ് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് CPM അവർക്കുണ്ടായിരിക്കുന്ന വീഴ്ചയെപ്പറ്റി വിലയിരുത്തുന്നത്. അപ്പൊ അവർക്ക് ഒരുപക്ഷെ ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന നേരത്തെ വന്നത് കുറച്ചുകൂടി കാര്യങ്ങൾ ലളിതമാക്കിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അതല്ലാതെ ഒരിക്കലും ഇങ്ങനെ നേരിട്ട് സ്വന്തം ഭാഗത്ത് നിന്ന് ഈ രീതിയിലത്തേക്കുള്ള ഒരു അഭിപ്രായം പരസ്യമായിട്ട് പറയാനുള്ള സാധ്യതയില്ല. പക്ഷെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവിടെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്കത് ആവർത്തിക്കുക, അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ എൻഡോഴ്സ് ചെയ്യുക, അത് മറ്റൊരു രീതിയിൽ ഇതര സമുദായ സംഘടനകളുടെ മേലേക്ക് കെട്ടിവെക്കുക എന്നുള്ള ഒരു ഈസി റൂട്ടാണ് അവർ കണ്ടുപിടിച്ചത് എന്ന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ശ്രീ MV ഗോവിന്ദന്റെ ഈ ന്യായീകരണം എന്ന് പറയുന്നത് ഒരു മാർക്ക് ആന്റണി പ്രസംഗം പോലെയാണ് തോന്നുന്നത്. ഒരു ഭാഗത്ത് അദ്ദേഹം പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടായിട്ടുണ്ട് എന്ന് പറയുകയും, എന്നാൽ മറുഭാഗത്ത് അത് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളിന്റെ യാതൊരു വിധത്തിലുള്ള പ്രശ്നമല്ല എന്നും അദ്ദേഹത്തിന്റെ ശൈലി മാറ്റമല്ല ഇതിന്റെ പരിഹാരം എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ ശ്രീ ഹസ്കർ അടക്കമുള്ള ആൾക്കാർ പറയുന്നത് ഭരണത്തിൻ്റെതായിട്ടുള്ള ചില പോരായ്മകളുണ്ട്, ആ ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ ദേശീയ തലത്തിലേക്ക് പാർലമെന്റിലേക്ക് നടന്നിരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാവരും തന്നെ തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളിൽ പറഞ്ഞതുപോലെ കേരളത്തിലുണ്ടായിരുന്ന പ്രഥമ പരിഗണന എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ ആര് ഭരിക്കും എന്നതിനേക്കാൾ ഇവിടെയുള്ള സർക്കാരിന്റെ ജനവിരുദ്ധമായിട്ടുള്ള നടപടികൾക്കെതിരെയുള്ള ഒരു വിലയിരുത്തൽ എന്നായിരുന്നു. ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയോട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ച സമയത്ത് അദ്ദേഹത്തെ തിരുത്താൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. അദ്ദേഹം പറഞ്ഞതുപോലും നിങ്ങൾക്ക് എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നതിനെ പറ്റി അറിയില്ലേ എന്നാണ്. ഇന്നിപ്പോ ശ്രീ MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് അറിയില്ലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം സർക്കാരിന്റെ പല പ്രവർത്തനങ്ങളും ആൾക്കാരിലേക്ക് എത്തിയില്ല എന്നും പല കാര്യങ്ങളിലും പാളിച്ച ഉണ്ടായിട്ടുണ്ട് എന്നുമാണ് പറയുന്നത്. എന്നാൽ അതിന് നേരിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരമാണ്. അതിന് കാരണമായിട്ട് പറയുന്നത് കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സർക്കാർ വേണം എന്നുള്ള കാര്യം, അത് ജനങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് മോദി വിരുദ്ധത അവിടെ പ്രതിഫലിച്ചിട്ടുണ്ട്. ഇതാണ് കാരണമായിട്ട് പറയുന്നത്. അതായത് ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നുള്ള പ്രയോഗമായിരുന്നുവല്ലോ, അതുണ്ടായില്ല. അങ്ങനെ ഇടതില്ലാതെ തന്നെ ഇന്ത്യ ഉണ്ടായാലും കുഴപ്പമില്ല എന്ന് ജനങ്ങൾ ചിന്തിച്ചു എന്നതിന്റെ തുറന്നു പറയുവാൻ മടി കാരണമുള്ള ഒരു ഒഴുക്കൻ മട്ടിലുള്ള ഒരു വിശദീകരണം എന്നേ കാണേണ്ടതുള്ളൂ. അല്ല, നോക്കൂ, തീർച്ചയായിട്ടും ഈ ദേശീയ തലത്തിൽ ഒരു സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നതിന്, അത് BJP-ക്ക് ഒരു ബദലായിട്ടുള്ള ഒരു സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നതിന് കോൺഗ്രസിന് വോട്ട് ചെയ്യുക എന്നുള്ള ഒരു രീതിയിലത്തേക്ക് ആൾക്കാർ ചിന്തിച്ചിരിക്കാമെന്ന് CPM പറയുന്നത് ഈ വർഷമല്ല. അത് ആദ്യമായിട്ട് പറയുന്നത് മുഖ്യമന്ത്രി അടക്കം വലിയ ജനാവലിയെ നേരിട്ടുകൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത് 2019 തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായ സമയത്താണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചോദ്യം, 2019 നിങ്ങൾക്കത് അറിയാമായിരുന്നുവെങ്കിൽ 2024 എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇന്ത്യ സഖ്യം നിങ്ങൾക്ക് പരീക്ഷിക്കാമായിരുന്നല്ലോ? അത് ചെയ്തില്ലല്ലോ. അപ്പൊ അന്നേരം നിങ്ങളുടെ കൺവിക്ഷൻ എന്തായിരുന്നു? കോൺഗ്രസിന്റെ സഖ്യം വേണ്ട, നേരെ മറിച്ച് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല, അതുകൊണ്ട് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഞങ്ങൾ സീറ്റ് നേടും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. 2019 നിങ്ങൾക്കുണ്ടായിരുന്ന തിരിച്ചറിവ് ഈ തെരഞ്ഞെടുപ്പിലും പരാജയപ്പെടുമ്പോൾ ആവർത്തിക്കാനായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അവിടെ പാർട്ടിക്ക് ഒരു ശൈലി മാറ്റം നടത്താമായിരുന്നല്ലോ. കാരണം നിങ്ങൾ ഇന്ത്യ സഖ്യത്തിലുള്ളതാണ്. പക്ഷെ അത് ചെയ്തില്ല. അപ്പോ തെരഞ്ഞെടുപ്പിൽ കുറച്ച് മുന്നേറ്റം ഉണ്ടാക്കാമെന്നുള്ള ഒരു പ്രത്യാശ അവർക്കുണ്ടായിരുന്നിരിക്കാം. എന്നിട്ടും അത് പരാജയപ്പെടുന്ന സമയത്ത് 2019 ഉപയോഗിച്ചിരുന്ന അതേ തൊടുന്യായം വീണ്ടും ഇറക്കുകയാണ്.
അതല്ല എങ്കിൽ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു മുദ്രാവാക്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. നോക്കൂ, ഈ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജനക്ഷേമ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തന്നെ കൊട്ടിഘോഷിച്ചതാണ് നവകേരള സദസ്. നവകേരള സദസ്സിന്റെ അർത്ഥമായിട്ട് പറഞ്ഞിരുന്നത് എന്താണ്? ആൾക്കാരിൽ നിന്ന് പരാതി വാങ്ങുക എന്നുള്ളതല്ല, നേരെ മറിച്ച് ആൾക്കാരിൽ നിന്ന് നിവേദനം വാങ്ങുക, ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക, പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുക എന്നുള്ളതായിരുന്നു. ഇപ്പൊ ശ്രീ ഗോവിന്ദൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ മനസ്സിലാക്കിയിട്ട് അതിനു വേണ്ടുന്ന പ്രവർത്തനം കാര്യക്ഷമതയോടെ നടത്താനായിട്ട് പാർട്ടിക്ക് കഴിയണം എന്നാണ്. എന്ന് വെച്ചാൽ അതിനർത്ഥം സർക്കാർ ഇവിടെ ഏതാണ്ട് 100 ദിവസമോ 150 ദിവസമോ ഒക്കെ ആയിട്ട് നടത്തിയിരുന്ന നവകേരള സദസ്സ് എന്ന് പറയുന്ന മാമാങ്കം അമ്പേ പരാജയമായിരുന്നു എന്നാണ്. അപ്പൊ അത് നടക്കുന്ന സമയത്ത് തന്നെ നമ്മളിൽ പല ആൾക്കാരും, കോൺഗ്രസ്സുകാരും BJP-ക്കാരും ഒക്കെ തന്നെ വിമർശനമായിട്ട് ഉന്നയിച്ച കാര്യം ആ സമയത്ത് അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ഈ സമയത്ത് പറയുന്നു അങ്ങനെയല്ല, ഞങ്ങൾക്ക് പരാജയം പറ്റി, അല്ലെങ്കിൽ ഞങ്ങൾ ആൾക്കാരിലേക്ക് ഇറങ്ങി ചെന്നില്ല എന്ന് പറയുന്നു. പിന്നെ SNDP-യുമായി ബന്ധപ്പെട്ട കാര്യത്തിനെ പറ്റി നോക്കിയാൽ ട്രഡീഷണലായിട്ട് ശരിയാണ്, SNDP-ക്കാർ കൂടുതലായിട്ട് വോട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ CPM-നാണ് എന്ന് നമുക്കറിയാം. അത് പല സാമുദായിക സംഘടനകളും ആ രീതിയിലുള്ള സമീപനം സ്വീകരിക്കാറുണ്ട്. ഇപ്പൊ സമസ്തയുടെ പൊതുവെയുള്ള രാഷ്ട്രീയ താല്പര്യം ആരോടൊപ്പം നിൽക്കുന്നതാണ് എന്ന് നമുക്കറിയാം. എന്ന് കരുതി സമസ്തയുടെ വോട്ടുകൾ എന്ന് പറയുന്നത് UDF-ന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് എന്ന് UDF കരുതിയിട്ട് അവരെ ഇങ്ങനെ വളരെ ലൈറ്റ് ആയിട്ട് കരുതിയാൽ എങ്ങനെയിരിക്കും? അല്ലെങ്കിൽ CPM-നെ പോലെയുള്ള ഒരു പാർട്ടി ഈ ഒരു ജാതി മത രാഷ്ട്രീയത്തിന്റെ കണ്ണുകളിൽ കൂടി ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ അവലോകനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. അത് മാത്രമല്ല, വെള്ളാപ്പള്ളിക്ക് ഇത്ര വലിയ പ്രാധാന്യം നൽകുന്ന പോലെയായിപ്പോയി. വെള്ളാപ്പള്ളി പറഞ്ഞാൽ സമുദായ അംഗങ്ങളെല്ലാം പോയി വോട്ട് ചെയ്യുന്നു എന്ന രീതിയിലുള്ള പ്രസ്താവനയായിപ്പോയെന്ന് തോന്നുന്നു ഇന്ന് ഗോവിന്ദൻ മാഷിന്റെ. ശ്രീ മഞ്ജുഷ്, ഇതിൽ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പൊ BJP-യെ സംബന്ധിച്ചിടത്തോളമോ അല്ലെങ്കിൽ ഒരു പരിധിവരെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമോ ഇത്തരം കാര്യങ്ങളിലൊന്നും തന്നെ അവരെന്തെങ്കിലും ഒന്നും മറച്ചു വെക്കാറില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഓരോ മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത്, അവിടെ ഏത് വിഭാഗത്തിനാണ്, ഏത് സമുദായത്തിനാണ് കൂടുതലായിട്ടുള്ള ഒരു സ്വാധീനമുള്ളത്, അതിൽ നിന്നുള്ള ഒരാളിനെ തെരഞ്ഞെടുക്കുന്നു എന്ന രീതിയിലത്തേക്കാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിപ്പോ ലത്തീൻ കത്തോലിക്കർ കൂടുതലായിട്ടുള്ള ഒരു സ്ഥലത്ത് കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി സ്വാഭാവികമായിട്ടും ലത്തീൻ കത്തോലിക്കനായിരിക്കും. ആ രീതിയിലത്തേക്കുള്ള ഒരു ട്രെൻഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ കോൺഗ്രസ് അത് മതേതരമല്ല എന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെന്നൊന്നും പറഞ്ഞിട്ട് അതിനെ ഒളിച്ചു വെക്കാനായിട്ടൊന്നും അവർ ശ്രമിക്കാറില്ല. നേരെ മറിച്ച് അത്തരത്തിലുള്ള എല്ലാ ആശയങ്ങൾക്കും എതിർത്താണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്ന് പറയുന്ന CPM ഇതിനേക്കാൾ അപ്പുറത്തെ ജാതി രാഷ്ട്രീയമല്ലേ എപ്പോഴും കാണിച്ചിട്ടുള്ളത്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവരെല്ലായ്പ്പോഴും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത് ഇത്തരത്തിലുള്ള ജാതി, സമുദായ, പിന്നെ മത പരിഗണനകളെല്ലാം കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഇത് പരസ്യമായിട്ട് പറയാതെ രഹസ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർ ഈ ചെയ്തിരിക്കുന്ന സമയത്ത് ഇവരൊക്കെ ചിന്തിക്കുന്നത് എന്താണ്? SNDP-യുടെ വോട്ട് അല്ലെങ്കിൽ ഈഴവ സമുദായത്തിന്റെ വോട്ട് എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്ഥിര നിക്ഷേപമാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത അവർക്കുണ്ടായിരുന്നു. അതില്ലായിരുന്നുവെങ്കിൽ ഇപ്പോ വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രസ്താവന നടത്തുമ്പോൾ ഈ BDJS വോട്ടുകളെല്ലാം തന്നെ ഈ രീതിയിൽ അല്ലെങ്കിൽ SNDP വോട്ടുകൾ ഇങ്ങനെ പോയത് കൊണ്ടാണ് ഈ പ്രശ്നം എന്ന രീതിയിലത്തേക്ക് എന്തിനാണ് പറയുന്നത്? താങ്കൾ തന്നെ ഇപ്പൊ പറഞ്ഞതുപോലെ ഒരു സമുദായത്തിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയാണോ അല്ലെങ്കിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശനാണോ എന്നുള്ള ഒരു മറുചോദ്യം ചോദിച്ചു കഴിഞ്ഞാലോ? അപ്പോൾ അവരില്ല എങ്കിൽ അല്ലെങ്കിൽ അവരവിടെ ഇരുന്ന സമയത്ത് തന്നെ അവരുടെ വിഭാഗത്തിലുള്ള ആൾക്കാരെല്ലാവരും തന്നെ ഞങ്ങൾക്കാണ് വോട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് അത് ഞങ്ങളുടെ ഒരു സ്ഥിര നിക്ഷേപമാണ്, ഞങ്ങൾ എന്ത് ചെയ്താലും അവർ ഞങ്ങളോടൊപ്പം നിൽക്കും എന്ന രീതിയിലത്തേക്ക് അവരെ അണ്ടർ റേറ്റ് ചെയ്യുന്നത് കൊണ്ടല്ലേ. നേരെ മറിച്ച് പല വിഭാഗത്തിലുള്ള ആൾക്കാർ പലർക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ട്രഡീഷണലായിട്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ CPM-ന്റെ ഒരു വാദം തൊട്ടടുത്ത ഒരു സ്റ്റേറ്റ്മെന്റിൽ തകർന്നു പോകുന്നില്ലേ? ഇപ്പൊ ക്രൈസ്തവർ അവരിൽ ഒരു വിഭാഗം BJP-ക്ക് അനുകൂലമായിട്ട് പോയിട്ടുണ്ട് എന്ന് പറയുന്നു. തൃശ്ശൂർ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് അതവർക്ക് ഗുണവും ഉണ്ടായിട്ടുള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ട്രഡീഷണലായിട്ട് ഇവരെവിടെയാണ് വോട്ട് ചെയ്യുക? അവർ കോൺഗ്രസിനെയാണ്. സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ടുകൾ ഭൂരിപക്ഷവും UDF-നാണ് കിട്ടാറുള്ളത്. പക്ഷേ ആ വോട്ടിൽ ചോർച്ചയുണ്ടായി, അവരും വർഗീയവൽക്കരിച്ചു എന്നാണ് പറയുന്നത് ഗോവിന്ദൻ മാഷ്. അൽബോസ്, നിങ്ങൾക്ക് അനുകൂലമായിട്ട് ചെയ്തിരുന്ന വോട്ടുകളും പോയി. മഞ്ജുഷ്, ഒരൊറ്റ കാര്യം, ശരി, അങ്ങനെയാണെങ്കിൽ ഇപ്പോ SNDP വോട്ട് ഇപ്പോ BJP-യിലേക്ക് പോവുക എന്ന് പറയുന്നത് വർഗീയവൽക്കരണവും ക്രൈസ്തവരുടെ ഒരു വിഭാഗം വോട്ട് BJP-യിലേക്ക് പോവുക എന്ന് പറയുന്നത് വർഗീയവൽക്കരണവുമാണ് എങ്കിൽ ട്രഡീഷണലായിട്ട് SNDP വോട്ടുകൾ അങ്ങനെയാണെങ്കിൽ CPM-ന് പോയിക്കൊണ്ടിരുന്നതും വർഗീയവൽക്കരണം തന്നെയല്ലേ? ഇപ്പൊ ആ വർഗീയവൽക്കരണം വേറൊരു രീതിയിലേക്ക് മാറി എന്നല്ലേ അർത്ഥമുള്ളൂ. അപ്പൊ ഇതാണ് ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങളിലേക്ക്. CPM-ന് വോട്ട് ചെയ്താൽ അങ്ങനെയല്ല. അതാണ് ഗോവിന്ദൻ മാസ്റ്റർ ന്യായം എന്ന് പറയുന്നത് ശരിയാണ്. BJP-യിലേക്ക് പോവുകയാണ്. അത് ഞാൻ നേരത്തെ ഹസ്കറിനോട് ചോദിച്ചിരുന്നു. CPM-ന് വോട്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ മറ്റു പാർട്ടികളിലേക്ക് പോകുമ്പോൾ അത് വർഗീയവൽക്കരണമാകുന്നു എന്നാണ്. ശ്രീ അനിൽ ബോസ്, നിങ്ങൾ വൻ വിജയം നേടിയെങ്കിലും തൃശ്ശൂരാണ് CPM തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ തോൽവിയും വിലയിരുത്തിയിട്ടുണ്ട്.
അവിടെ ക്രൈസ്തവ സമുദായം BJPക്ക് വോട്ട് ചെയ്യുകയാണ്. അതിന് CPM കണ്ടെത്തുന്ന ന്യായീകരണം എന്ന് പറയുന്നത് ഭീഷണിയാവാം അതിൽ വരുന്നത് ഒരു കാര്യം. പിന്നെ ഈ ഫണ്ടിങ്ങിന്റെ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ അവരെയും വർഗീയവൽക്കരിക്കുവാനായിട്ട് സംഘപരിവാറിന് കഴിഞ്ഞിരിക്കുന്നു. മൊത്തത്തിലല്ല പറയുന്നത്, അതിലൊരു വിഭാഗത്തെ അടർത്തിയെടുക്കാൻ കഴിയുന്നു. ഇതാണ് CPMന്റെ വിലയിരുത്തൽ. ഒന്നാമത്തെ കാര്യം, ഈ ചർച്ചയിൽ എന്തുകൊണ്ടാണ് CPM പ്രതിനിധി ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? അല്ല, ഹസ്കർ CPM പ്രതിനിധി തന്നെയാണ് കേട്ടോ. അദ്ദേഹം CPMന് വേണ്ടി വാദിക്കുന്ന ഒരാൾ തന്നെയാണ്. അല്ല CPMന് വേണ്ടി വാദിച്ചോട്ടെ, പക്ഷെ അത് CPMന്റെ ഒഫീഷ്യൽ തീരുമാനമാകത്തില്ലല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, പിണറായി വിജയൻ പിന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ശബരിമല വിഷയം ഇവിടെ ഉണ്ടായല്ലോ. ആ ശബരിമല വിഷയമുണ്ടായപ്പോൾ വളരെ കൃത്യമായി ഈ നാട്ടിലെ ഐക്യജനാധിപത്യ മുന്നണിയും വിശ്വാസ സമൂഹവും BJP അടക്കമുള്ള സംഘടനകൾ, അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള സംഘടനകൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആഭിമുഖ്യമുള്ള ഒരുപാട് സംഘടനകൾ വളരെ വലിയ പ്രക്ഷോഭം നടത്തിയല്ലോ. ആ പ്രക്ഷോഭം നടത്തുന്ന ഒരു ഘട്ടം വന്നപ്പോൾ പിണറായി വിജയൻ കേരളത്തിൽ രാജിവെക്കുമെന്ന പ്രതീതി ഉണ്ടായ സന്ദർഭത്തിലാണല്ലോ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരുടെ നവോത്ഥാന സഖ്യവുമായി മതിൽ കെട്ടാൻ വന്നത്. ആരായിരുന്നു പിണറായി വിജയന് സംരക്ഷണ കവചമൊരുക്കി നിന്നത്? ഇതേ വെള്ളാപ്പള്ളി നടേശനല്ലേ. അന്ന് വെള്ളാപ്പള്ളി നടേശനും SNDP യോഗവും ആ ഒരു സ്റ്റാൻഡ് സ്വീകരിച്ചില്ലെങ്കിൽ അന്ന് പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ കേരളത്തിൽ പൊതുരംഗത്ത് നിന്ന് നിഷ്കാസനം ചെയ്തു പോകില്ലായിരുന്നു. രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർ വേണമെങ്കിൽ തർക്കത്തിന് വേണ്ടി ഹസ്കറിന് എന്നോട് തർക്കിക്കാം, അങ്ങനെയല്ല എന്ന്. പിന്നെ അദ്ദേഹം ഇവിടെ ഒരു പരാമർശം നടത്തി, അച്യുതാനന്ദനാണ് വെള്ളാപ്പള്ളി നടേശനെ SNDP യോഗത്തിൽ കൊണ്ടുവന്നത്. ഞാൻ ഇതൊക്കെ വളരെ അടുത്ത് കാണുകയും അതുമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുകയും, ഞാൻ സംഘടനാ പ്രവർത്തന രംഗത്തൊന്നുമില്ല SNDPയുമായി ബന്ധപ്പെട്ട്, എനിക്ക് അറിയുന്ന ഒരാളെന്നുള്ള നിലയിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് പറഞ്ഞാണ്. VS അച്യുതാനന്ദൻ ചെയ്തിട്ടുള്ളത് SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ വീട്ടുവാതുക്കൽ വളരെ കൃത്യമായി പ്രക്ഷോഭം നയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടുവാതുക്കൽ മാസങ്ങൾ നീണ്ടുനിന്ന പോരാട്ടം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അദ്ദേഹം തെരഞ്ഞെടുപ്പിലൂടെയാണ് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയി വന്നത്. അദ്ദേഹം KK വിശ്വനാഥന്റെയും ഡോക്ടർ രാഹുലിന്റെയൊക്കെയും അഭാവത്തിൽ ആണ് അദ്ദേഹം നേതൃനിരയിലേക്ക് വരുന്നത്. അതൊന്നും റിസീവർ ഭരണത്തിൽ നിന്നല്ല വരുന്നത്. അദ്ദേഹം SN-ട്രസ്റ്റിൽ ആ കാര്യങ്ങൾ റിസീവർ ഭരണവും അഡ്മിനിസ്ട്രേറ്റർ ഭരണവും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാനത് അംഗീകരിക്കാൻ തയ്യാറാണ്. അതല്ലാത്ത വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയരുത്. ശാസ്ത്രീയാനന്ദ സ്വാമി മുൻകൈയെടുത്ത് ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ ഇതിന്റെ മുഖ്യധാരയിലേക്ക് വരുന്നത് എന്നാണ് യാഥാർത്ഥ്യം. നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സത്യം ചർച്ച ചെയ്യുന്നത് പോകണം എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഇവിടെ ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ യോഗനാഥത്തിലൂടെ അടക്കം കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറഞ്ഞ വിഷയത്തിന്റെ ചുവട് പിടിച്ച് വെള്ളാപ്പള്ളി നടേശനെ അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു മോഡിലേക്ക് വരുന്ന ഒരു സ്റ്റാൻഡ് CPM എടുക്കുമ്പോഴും അതിൽ CPM ഒരു രക്ഷപ്പെടൽ തന്ത്രമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുള്ള നൂറുകണക്കിന് മാർക്സിസ്റ്റുകാരെ എനിക്കറിയാം. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും BJPക്ക് വോട്ട് ചെയ്യാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പോളിംഗ് ബൂത്തിൽ എത്താത്ത ഒരു ബൂത്തിലെ 20 പേരെ വെച്ച് എനിക്കറിയാവുന്ന മണ്ഡലങ്ങളിൽ എനിക്കറിയാം. ഒരു കാലത്തും കോൺഗ്രസ് ലീഡ് പിടിച്ചിട്ടില്ലാത്ത മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉരുക്ക് കോട്ടയെന്ന് വിശേഷിപ്പിക്കുന്ന എൻ്റെ ജില്ലയിൽ തന്നെ എടുത്താൽ ആലപ്പുഴ ജില്ലയിൽ മുഹമ്മദ് കഞ്ഞിക്കുഴി അടക്കം ഞങ്ങൾ ലീഡ് ചെയ്ത് ഞങ്ങൾക്കറിയാം. അവിടെ ഈഴവ സമുദായം UDFന് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ CPMകാർ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. പക്ഷെ ഞങ്ങൾക്ക് വോട്ട് കുറേയേറെ വോട്ട് SNDP യോഗത്തിൻ്റെ വോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അതല്ലാത്ത വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ ഈ പിണറായി വിരുദ്ധതയാണ് ഒന്നാമത്തെ കാര്യം. അത് തുറന്ന് അംഗീകരിക്കാനുള്ള CPMന് ധാർമ്മികത ഉണ്ടാവണം. അതില്ല. കാരണം അദ്ദേഹത്തിനെതിരെ സംസാരിച്ചിട്ട് ഈ പാർട്ടി കമ്മിറ്റി കൂടാൻ കഴിയില്ല. കാരണം നേരത്തെ താത്വികമായി അവലോകനം നടത്താൻ കഴിയുന്ന, അഭിപ്രായം പറയാൻ കഴിയുന്ന നിരവധി ആളുകളുണ്ടായിരുന്നു. G. സുധാകരനെ പോലുള്ള ആളുകൾ. ഇന്ന് അവരാരും കളത്തിലില്ല. അവർക്കാർക്കും പറയാൻ കഴിയില്ല. അഭിപ്രായം പറയാൻ കഴിയുന്നവനകത്ത് കയറാൻ കഴിയില്ല. അതാണ് സ്ഥിതി. മുഖ്യമന്ത്രിയെ നീതീകരിക്കുക എന്നത് മാത്രമാണ് ഇവരുടെ ജോലി. അതാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവനയിൽ നമുക്ക് കാണാൻ കഴിയുന്ന. അല്ല, ഒരു വസ്തുതയുടെ പിൻബലവും ഇല്ലാത്ത നിരീക്ഷണമാണ് ഇവർ നടത്തിയിട്ടുള്ളത്. ഇവിടുത്തെ കേരളത്തിലെ ഗവൺമെന്റിനെ ഞാൻ ചോദിക്കട്ടെ, CPMന്റെ മുന്നണിയിലെ ഘടകകക്ഷിയല്ലേ CPI? എന്താ CPIയുടെ പ്രമേയങ്ങൾ പറയുന്നത്? ജനങ്ങൾ തന്നെ തോൽപ്പിച്ചൊരുത്തനോട് വിമർശിച്ചിട്ട് എന്ത് കാര്യം എന്ന് മുഖ്യമന്ത്രിയുടെ നേരെ വിരൽ ചൂണ്ടിയല്ലേ CPI ചോദിക്കുന്നത്. ഇടുക്കി ജില്ലാ CPI കമ്മിറ്റി പ്രമേയം പാസാക്കിയത് മുന്നണി വിടണം എന്നാണ് പറഞ്ഞത് അല്ലേ? മുഖ്യമന്ത്രി തിരുത്തണമെന്നാണ് ആലപ്പുഴ CPIയുടെ ജില്ലാ കമ്മിറ്റി പറഞ്ഞത്. എന്നിട്ടും CPMകാർക്ക് ബോധോദയം ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മളെന്തോ പറയാനാ? ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം കുറിച്ച് വെച്ചോ മഞ്ജുഷേ, ഈ തെരഞ്ഞെടുപ്പിൽ ജാതിയും മതവും നോക്കിയല്ല ആളുകൾ വോട്ട് ചെയ്തത്. ദേശീയ തലത്തിൽ BJPക്കെതിരായിട്ടൊരു മൂവ് ഉണ്ടായിരുന്നു.
അത് ദേശീയ തലത്തിൽ കോൺഗ്രസ് ആണ് മുന്നിൽ നിൽക്കുന്നത് എന്നൊരു ധാരണയുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളോടുള്ള ഇഷ്ടമുണ്ടായിരുന്നു. അവർ ലീഡർഷിപ്പിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വോട്ട് ചെയ്ത മതന്യൂനപക്ഷങ്ങൾ അടക്കമുള്ള വിഭാഗങ്ങളുണ്ട്. മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളടക്കം ഞങ്ങൾ വോട്ട് ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ലക്ഷങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞ 1-2 മണ്ഡലത്തിലൊഴിച്ച് ബാക്കി മുഴുവൻ സ്ഥലത്തും ഞങ്ങൾക്ക് ലക്ഷങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ എതിർ പാർട്ടിയിൽപ്പെട്ടവരടക്കം വോട്ട് ചെയ്തിട്ടാണ്. CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ വോട്ട് ചെയ്തിട്ടാണ്. ഞങ്ങൾ തുറന്ന് അംഗീകരിക്കല്ലേ. ഞങ്ങൾ ഇന്ന് KPCC-യുടെ റിവ്യൂ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ റിവ്യൂ മീറ്റിംഗിൽ ഞങ്ങൾ എടുത്ത സ്റ്റാൻഡ് എന്താ? CPM ദുർബലപ്പെടരുത് എന്നാണ് ഞങ്ങൾ എടുത്ത സ്റ്റാൻഡ്. CPM ദുർബലപ്പെട്ടാൽ ആ സ്പേസും കൊണ്ട് ഇവിടെ BJP RSS ശക്തികൾ വരും. അതുകൊണ്ട് അവർ ദുർബലപ്പെടരുത്. ദേശീയ തലത്തിൽ നമ്മുടെ സഖ്യത്തിൽ നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അവർ തിരുത്തണം എന്നാണ് ഞങ്ങൾ റിവ്യൂ ചെയ്തത്. ഞങ്ങൾ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വലിയ ഒരു പ്രവർത്തന പ്രക്രിയയാണ് ആരംഭിക്കുന്നത്. അതോടൊപ്പം തന്നെ തോൽവികൾ, ജയിച്ച സ്ഥലങ്ങളിലടക്കമുള്ള വീഴ്ചകൾ പരിശോധിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക ക്ലസ്റ്ററുകളടക്കം കമ്മിറ്റികളടക്കം ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പോവാണ്. നമ്മൾ ആദ്യമാണോ ജനങ്ങളോട് ഇപ്പൊ ഗോവിന്ദ മാസ്റ്റർ വന്നിട്ടില്ല ഇങ്ങനെ ഒരു സംഘപരിവാർവൽക്കരണം ജാതി സംഘടനകളിൽ നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള വിലയിരുത്തൽ നിങ്ങളുടെ വിലയിരുത്തലുകളിൽ വന്നിട്ടില്ലേ? ഞങ്ങൾ ആ ഘട്ടത്തിലേക്ക് എത്തുകയല്ലോ. ഞങ്ങൾ ഇന്ന് നടത്തിയ ഞങ്ങളുടെ റിവ്യൂ എന്താ? ഞങ്ങളുടെ റിവ്യൂ വിജയത്തിൽ അത്യാഹ്ലാദത്തോടുകൂടി ആലസ്യത്തിലേക്ക് പോകാതെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. നമുക്ക് ജയിച്ചതും തോറ്റതുമായ മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ വ്യക്തമായി പഠിക്കാൻ വേണ്ടി കമ്മിറ്റികൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമ്മൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുവാണ്. ഡീലിമിറ്റേഷൻ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ സ്വന്തം ബൂത്തുകളിലടക്കം സജീവമാകണം. ഞങ്ങൾ ജയിച്ചു എന്ന് കരുതി ഞങ്ങൾക്ക് വോട്ട് കുറഞ്ഞിട്ടുള്ള മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ കാരണം, കിട്ടിയതിന്റെ കാരണം അത് പഠിക്കണം. അതിന് ഉന്നതരായിട്ടുള്ള നേതാക്കളെ ഓരോ ജില്ലകളിലും ഞങ്ങൾ നിയോഗിക്കാൻ തീരുമാനിക്കുക. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ലേ ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ പറ്റൂ. ഞങ്ങൾക്ക് അങ്ങനെയല്ലേ ചർച്ച ചെയ്യാൻ പറ്റൂ. ഞാൻ ചോദിക്കട്ടെ, ഇത് ആദ്യമാണോ CPM സംസ്ഥാന സെക്രട്ടറി പത്രസമ്മേളനം നടത്തുന്നത്? കഴിഞ്ഞ ഒറ്റ സെക്കൻഡ് കഴിഞ്ഞ 19-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മൊത്തം സ്ഥലത്തും ജയിച്ചു. ശബരിമല, രാഹുൽ ഗാന്ധി, കോൺഗ്രസ്, ദേശീയ ഗവൺമെന്റ്. അതുകൊണ്ട് ഇതെല്ലാം പറയാൻ ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് സാഷ്ടാംഗം മാപ്പ് പറഞ്ഞുകൊണ്ട് സകല വീടുകളിലും സന്ദർശനം നടത്താൻ തീരുമാനിച്ച പാർട്ടിയല്ലേ. എന്നിട്ട് ഇവർക്ക് മനസ്സിലായില്ലേ ജനങ്ങൾ ഇപ്പോഴും എതിരായതിന്റെ കാര്യം? ഒരു വട്ടം പരാജയപ്പെട്ട് അതിനുശേഷം വീടാന്തരം കയറി മാപ്പ് പറഞ്ഞ ആളുകൾ ഇന്ന് വീണ്ടും വന്നിട്ട് പറയാണ് ഞങ്ങൾ ഇനിയും തിരുത്തും എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിക്കൊന്നും തിരുത്താനില്ലെന്നുമാണ് പറയുന്നത്. മുഖ്യമന്ത്രിക്കൊന്നും തിരുത്താനില്ലെന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് തിരുത്തണ്ടേ? ആരുമായിക്കൊള്ളട്ടെ. അത് പറയാനുള്ള ഒരു ആർജവം ഒരു CPM-ൽ ഒരാൾക്കുണ്ടോ? ഉണ്ടോ? CPM-ലെ ഏതെങ്കിലും ഒരു നേതാവിനുണ്ടോ? അങ്ങനെ പറയാൻ കഴിയുന്ന ഏതെങ്കിലും ഒരാളെ ഇവർ പാർട്ടിയുടെ ഇന്നർ സർക്കിളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഈ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എതിരഭിപ്രായം പറയാൻ കഴിയുന്ന ആളുകളെ? അപ്പൊ ഇവർ ഇനിയും പഠിക്കുന്നില്ല. ഞാനിപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായി ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറയുന്നു, CPM യാഥാർത്ഥ്യ ലോകത്തേക്ക് വരിക. ഏതെങ്കിലും ഒരു ജാതിമത വിഭാഗത്തിന് വ്യക്തിപരമായിട്ടുണ്ടായിട്ടുള്ള തീരുമാനപ്രകാരം ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞിട്ടാണ് അവരെല്ലാവരും കൂടി പോയി BJP-ക്കും ബാക്കിയുള്ളവരെല്ലാം പോയി കോൺഗ്രസിന് വോട്ട് ചെയ്തതെന്ന് കണ്ടെത്താനാണ് ഭാവമെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചാരം പോലും ഉണ്ടാവില്ല കേരളത്തിൽ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിൽ ചാരം പോലും ഉണ്ടാകില്ല. അതുകൊണ്ട് അത് ഉണ്ടാവരുത്, ആ സ്ഥിതിയിലേക്ക് നിങ്ങൾ പോകരുത് എന്നാണ് നിങ്ങളെ കേരളത്തിൽ മുന്നണി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി എതിർക്കുമ്പോഴും ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് എനിക്ക് പറയാനുള്ളത് CPM-കാരോട്, CPM-നെ സ്നേഹിക്കുന്ന സമൂഹ നന്മ ആഗ്രഹിക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഇനിയെങ്കിലും ആർജവത്തോടെ നിങ്ങൾ പറയണം, തിരുത്തണ്ട മുഖ്യമന്ത്രി തിരുത്തണം. ശരിയാണ്. മുഖ്യമന്ത്രി തിരുത്തണമെന്നുള്ള കാര്യത്തിന് ഇപ്പോൾ വരികയാണ്. പക്ഷേ മുട്ടിടിക്കും, അതേ ഉള്ളൂ. തോമസ് ഐസക്കിന്റെ ശബ്ദം ചെറുതായിട്ട് കേട്ടിരുന്നു, G. സുധാകരൻ ഉച്ചത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് മുകളിലേക്ക് വരാനുള്ള അധികാരം ഇല്ല പാർട്ടി സംഘടനാ സെറ്റപ്പ് അനുസരിച്ച്. പക്ഷെ അഡ്വക്കേറ്റ് BN ഭാസ്കർ CPI അവരുടെ നേതൃയോഗങ്ങളിൽ പറയുന്നുണ്ട്. അത് മാത്രമല്ല അവരുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് പുറത്തേക്ക് വരുന്നുമുണ്ട്. അതുകൊണ്ടാണല്ലോ ബിനോയ് വിശ്വത്തിന് പറയേണ്ടി വന്നത് പാർട്ടി യോഗങ്ങളിൽ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ വെളിയിലേക്ക് വരുന്നത് അത് ശരിയായ കാര്യമല്ല, അങ്ങനെ ചെയ്യരുത് എന്ന് അദ്ദേഹത്തിന് ഒരു മുന്നറിയിപ്പ് പോലും നൽകേണ്ടി വരുന്നത്. കാരണം ഇത് ജനങ്ങൾ അറിയണമെന്ന് പാർട്ടി ഘടകങ്ങൾക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് CPI-യിൽ നിന്ന് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആ ഒരു അഭിപ്രായ പ്രകടനവും വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. മുന്നണി മാറണമെന്ന് വരെ അവർ അഭിപ്രായ പ്രകടനം നടത്തുകയാണ്. ഈ മുഖ്യമന്ത്രിയെ വെച്ച് മുന്നോട്ട് പോകുവാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം CPI തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അഡ്വക്കേറ്റ് BN ഭാസ്കർ അതേ അഭിപ്രായം തന്നെ CPM-ലെ ഒരു വലിയ വിഭാഗത്തിനുമുണ്ട്, തുറന്നു പറയാൻ മടിയാണെങ്കിലും. അല്ലാതെ ഇത് ഏതെങ്കിലും ജാതിമത സംഘടനകളുടെ കുഴപ്പമല്ല. എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഭ്രാന്ത് പിടിക്കുന്ന ഘട്ടത്തിലെത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു ശൈലി. അതുതന്നെയാണ് പിണറായി വിജയനെതിരെയും ഇപ്പോൾ നടക്കുന്നത്. CPI ഇടതുമുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്.
CPI കൂടി അറിഞ്ഞിട്ടാണ് എല്ലാ തീരുമാനങ്ങളും ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. CPIക്ക് 4 മന്ത്രിമാരുണ്ട്. അപ്പോൾ അവിടെ CPI കൂടി അറിഞ്ഞിട്ടാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. സർക്കാരിന്റെ നയരൂപീകരണം ഇടതുമുന്നണിയുടെ ചുമതലയിലുമാണ്. അപ്പൊ സ്വാഭാവികമായും അതിന്റെ അവസാന വാക്ക് പറഞ്ഞിട്ടുള്ള സഖാവ് ബിനോയ് വിശ്വമാണ്. സഖാവ് ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയുടെ ശൈലിയെ സംബന്ധിച്ച് അഭിപ്രായ പ്രകടനങ്ങൾ നാളിതുവരെ നടത്തിയില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനം കൂടി ഓർത്തു വെച്ചു വേണം. CPIയുടെ അഭിപ്രായം പാർട്ടിയുടെ സെക്രട്ടറിയാണ് പറയേണ്ടത്. അദ്ദേഹം അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 2, ഇപ്പോ CPM-നെ ആക്രമിക്കുന്നതിന് എളുപ്പം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെ ആക്രമിക്കുക, മുഖ്യമന്ത്രിയെ ഇല്ലാതാക്കുക. അത് വലതുപക്ഷ മാധ്യമങ്ങളുടെ തന്ത്രം തന്നെയാണ്. ഇതിൽ വളരെ കൃത്യമായി അദ്ദേഹത്തിന് ചില പിശകുകൾ പറ്റിയിട്ടുണ്ട് എങ്കിൽ, അദ്ദേഹത്തിന്റെ ശൈലികൾ മാറണമെങ്കിൽ അത് തുറന്നു പറഞ്ഞാൽ അത് മാറ്റുന്നതിനുള്ള സന്മനസ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ അദ്ദേഹം കാണിക്കും. അങ്ങനെ കാണിച്ച ചരിത്രമാണ് CPM-നുള്ളത്, CPM-ന്റെ നേതാക്കന്മാർക്കുള്ളത്. ഒരു സംശയമില്ല. അദ്ദേഹം അത്തരത്തിൽ തിരുത്തേണ്ടത് ഏതൊക്കെയാണ് തിരുത്തും. ഗവൺമെന്റ് പ്രയോറിറ്റിയെ സംബന്ധിച്ച് കൃത്യമായി ഇടതുമുന്നണി നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ്. ഞാൻ അതുകൊണ്ടാണ് ചില സ്വയം വിമർശനങ്ങൾ ഇക്കാര്യത്തിൽ നടത്തുന്നതിന് പാർട്ടി തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു. പക്ഷെ എല്ലാ മാധ്യമങ്ങളോട് തുറന്നു പറയുന്നതിന് കമ്മ്യൂണിസ്റ്റ് ശൈലി അല്ലാത്തത് കൊണ്ട് മാത്രമാണ് എല്ലാ മാധ്യമങ്ങളോട് തുറന്നു പറയാറുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മിറ്റികൾക്കുള്ളിൽ നടക്കുന്ന ചർച്ചകൾ, ആ ചർച്ചകൾ മുഴുവൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിളമ്പുക എന്നുള്ളത് അതൊരു ബൂർഷ വലതുപക്ഷ വ്യതിയാനത്തിന്റെ കൂടി ഘടകമാകും. എന്തൊക്കെ പറയണം, എങ്ങനെയൊക്കെ പറയണം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായി പാർട്ടി സെക്രട്ടറിക്ക് നിർദ്ദേശം ആ കമ്മിറ്റി കൊടുത്തിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് മാധ്യമങ്ങളെ കണ്ടതും പാർട്ടി പറയേണ്ടതെല്ലാം പറഞ്ഞിട്ടുള്ളതും. അതിനപ്പുറം പാർട്ടിക്കുള്ളിൽ നടന്ന ചർച്ചകളുടെ കാതൽ പുറത്തു പറയുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് സഖാവ് പിണറായി വിജയനെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് ഇല്ലാതാക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം നിങ്ങളുടെ കാര്യം നടത്തിയെടുക്കാം എന്നുള്ളതാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ എന്ത് കാര്യം നടത്തിയെടുക്കാനാണ് അഡ്വക്കേറ്റ് BN ഖസ്റ? എന്ത് കാര്യം നടത്തിയെടുക്കാനാണ്? ഈ തിരുത്താൻ ഒരു മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യുവാനില്ല. തിരുത്തപ്പെടണമെന്ന് സ്വയം ആഗ്രഹിക്കാത്തിടത്തോളം കാലം തിരുത്താതെ തന്നെ മുന്നോട്ട് പോകട്ടെ, അത്രയേ ഉള്ളൂ പറയാൻ. അനിൽ ബോസ് പോലും അദ്ദേഹം മറ്റൊരു പാർട്ടിയിൽപ്പെട്ടയാൾ ആണെങ്കിൽ പോലും അദ്ദേഹം പറയുന്നുണ്ട് ഇതൊക്കെ തിരുത്തി CPM വന്നാൽ കൊള്ളാം, ഞങ്ങൾ പാർട്ടി CPM നന്നാകണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന്. ഒരു ദേശീയ കാഴ്ചപ്പാടിലാണ് അനിൽ ബോസ് അങ്ങനെ പറഞ്ഞത്. VD സതീശൻ പക്ഷേ അങ്ങനെ പറയില്ല. അദ്ദേഹം പറയുന്നത് തിരുത്താതെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നാണ്. കാരണം 2026 UDF അധികാരത്തിൽ വരാമല്ലോ. മഞ്ജുഷ് അതേ മുഖ്യമന്ത്രിയാണ് 2019 123 നിയമസഭാ മണ്ഡലങ്ങളിൽ പിന്നിൽ പോയി അമ്പെ പരാജയപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു, പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. പക്ഷേ 2021 99 സീറ്റിൽ വളരെ കളർഫുൾ ആയിട്ടൊരു വിജയം നേടാൻ ഇടതുപക്ഷത്തിനായില്ലേ? അതൊന്നും എപ്പോഴും ആവർത്തിക്കുന്ന ഒരു പ്രതിഭാസമല്ല. 2021 സാഹചര്യം വേറെയായിരുന്നു. നിങ്ങളിപ്പോൾ കുറെ വർഷങ്ങളായിട്ട് പറയുന്നതാണ് ഇപ്പോൾ 2004 ആവർത്തിക്കും 2004 ആവർത്തിക്കുമെന്ന്. 2019 വന്നില്ല, 2024 വന്നില്ല. ഓരോ സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു. എന്നിട്ടും ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ലോക്സഭയിലേക്ക് വരുമ്പോഴും പറയും 2004 വരും 2004 വരുമെന്ന്. അപ്പോൾ ഇതിങ്ങനെ അതുകൊണ്ട് 2021 എന്ന് പറഞ്ഞിരുന്നാൽ അത് വലിയ മണ്ഡലമായി പോകും. അല്ല, ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന വിജയം, ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന വിജയം ഞങ്ങൾക്ക് നേടാനായിട്ടില്ല എന്ന കുറ്റസമ്മതത്തോടു കൂടിയാണ് പാർട്ടി ഇന്ന് നിൽക്കുന്നത്. ഞങ്ങൾ ഈ ഗവൺമെന്റും അതുപോലെ സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളത്തിലെ ജനങ്ങൾക്ക് മുൻപിൽ വെച്ചിട്ടുള്ള നിലപാടുകളെ സംബന്ധിച്ച് സംവദിക്കുന്നതിനും അത് ആശയ വ്യക്തതയോടുകൂടി ജനങ്ങളിൽ എത്തിക്കുന്നതിനും ഞങ്ങൾക്ക് പരാജയപ്പെട്ടിട്ടുണ്ട്. ആ പരാജയം തുറന്നു സംബന്ധിച്ചുകൊണ്ടാണല്ലോ ജനക്ഷേമ പെൻഷനുകൾ കൊടുത്തു തീർക്കുന്നതിൽ ഈ ഗവൺമെന്റ് പരാജയം സംഭവിച്ചിട്ടുണ്ട്. ആ പരാജയം ജനങ്ങളെ അകറ്റുന്ന തരത്തിലേക്ക് മാറ്റമുണ്ടാക്കിയിട്ടുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയല്ലേ? മാത്രമല്ല, 2 കേരളത്തിലെ സപ്ലൈകോ പൊതുവിതരണ സമ്പ്രദായത്തിൽ ലഭിക്കേണ്ടിയിരുന്ന സാധാരണ ജനങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന അർഹമായ ആനുകൂല്യങ്ങളും ഭക്ഷ്യധാന്യങ്ങളും ലഭിക്കാതെ വരുമ്പോ ആ ജനങ്ങൾ തിരിഞ്ഞുകുത്തിയാൽ അതൊരു വസ്തുതയല്ലേ? ആ വസ്തുതകൾ ഞങ്ങൾ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഉൾക്കൊള്ളുന്നു. ആ യാഥാർത്ഥ്യ ബോധത്തോടൊപ്പം നിങ്ങൾ പറയുന്ന ഞങ്ങളുടെ നേതാക്കന്മാരുടെ ധാർഷ്ട്യം, അത് പാർട്ടിയുടെ ബ്രാഞ്ച് തലം മുതൽ PB തലം വരെയുള്ള പാർട്ടി നേതാക്കന്മാരുടെ ധാർഷ്ട്യം ഉണ്ടെങ്കിൽ, ആ ധിക്കാരപരമായ പെരുമാറ്റം ഉണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നേ നിങ്ങൾ കാത്തിരുന്ന് കാണൂ. ഞങ്ങൾക്ക് ഇനിയും ഉണ്ടല്ലോ സമയം. ഞങ്ങളുടെ സമയം അവസാനിച്ചിട്ടില്ല. ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തും, ജനങ്ങളുമായി സംവദിക്കും, തെറ്റുകൾ ഞങ്ങൾ തിരുത്തിക്കൊണ്ടേയിരിക്കും. അതാണ് തീരുമാനിച്ചിട്ടുള്ളത്.
അതിൽ മുഖ്യമന്ത്രിയും ഉൾപ്പെടുമോ എന്ന് അങ്ങനെ തിരുത്തുന്ന ആളുകളിൽ? നിശ്ചയമായി മുഖ്യമന്ത്രി പാർട്ടിയുടെ PB അംഗമല്ലേ. ഞാൻ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, പാർട്ടിയുടെ PB അംഗങ്ങൾ അടക്കമുള്ള നേതാക്കന്മാർ പക്ഷെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് തിരുത്താനൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. പാർട്ടി സെക്രട്ടറി പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് തിരുത്താനൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. അല്ലല്ല, അത് പാർട്ടി സെക്രട്ടറി നിങ്ങൾ ഇങ്ങനെ മുഖ്യമന്ത്രി ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് പാർട്ടി സെക്രട്ടറിക്ക് അറിയില്ലേ. അദ്ദേഹം പരിണിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പോ അദ്ദേഹത്തിന്റെ മെയ്വഴക്കത്തിൽ അത് മറുപടി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞത് കൃത്യമായി കുറിക്കുകൊള്ളുകയാണ്, അല്ലാതെ വേറൊന്നുമില്ല കാര്യത്തിൽ. എല്ലാ അർത്ഥത്തിലും സമഗ്രമായ മാറ്റം CPM-നുള്ളിൽ ഉണ്ടാവും. അതൊരു വലിയ ആശയ സമരമായി CPM-നുള്ളിൽ ഉണ്ട്. ഓരോ പ്രവർത്തകരും അതിനുള്ള തയ്യാറെടുപ്പിലും സജ്ജീകരണത്തിലാണ് പാർട്ടി ഇന്ന്. അതുകൊണ്ട് വലിയ ശുഭാപ്തി വിശ്വാസമാണ് CPM-ന്റെ ഭാവിയെ സംബന്ധിച്ച്. വളരെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഈ പ്രവർത്തനങ്ങൾ മാർഗരേഖ നടപ്പിലാക്കിയാൽ CPM-ന് ഉണ്ടാവും എന്നു തന്നെയാണ് ഞാൻ കരുതുന്നത്. ശരി ശ്രീജിത്ത് പണിക്കർ, എല്ലാ കാര്യങ്ങളും തുറന്നു പറയാറില്ല പാർട്ടി. ചോർത്തിയെടുത്ത് നൽകാനേ സാധിക്കുകയുള്ളൂ. ഇപ്പോഴും ആ ഇരുമ്പുമറയുണ്ട്, പക്ഷേ പഴയതുപോലെയുള്ള ബലമായ ഇരുമ്പുമറയ്ക്കില്ല. വിവരങ്ങൾ ഉടനുടനെ പുറത്തേക്ക് വരികയും ചെയ്യും. അസ്കർ പറയുന്നത് തിരുത്തൽ വരുത്തുമെന്നുള്ളതാണ്, അതിൽ മുഖ്യമന്ത്രിയും ഉൾപ്പെടും എന്നുള്ളതാണ്. പക്ഷേ ഈ മൈക്കിനോടുള്ള ദേഷ്യമൊക്കെ ചിലപ്പോൾ ഒഴിവാക്കിയേക്കും. അതിനപ്പുറമൊക്കെ എന്തെങ്കിലും പ്രതീക്ഷിക്കണോ? അല്ല, അത് ശ്രീ ഹസ്കറിന്റെ ഒരു ആഗ്രഹമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. ആ രീതിയിലത്തേക്ക് കാര്യങ്ങൾ വന്നാൽ അത് പാർട്ടിക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ എന്നതിനെ പറ്റി ഉത്തമ ബോധ്യം ശ്രീ ഹസ്കറിനുണ്ട്. പക്ഷെ ആ ഒരു യാഥാർത്ഥ്യ ബോധം CPM-ന്റെ ഇന്നത്തെ നേതൃത്വത്തിനുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശ്രീ MV ഗോവിന്ദൻ പറയുന്ന ഓരോ പ്രസ്താവനയും സർക്കാർ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്കുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് അതിന്റെ ഒരു പ്രതിഫലനമാണ് എന്ന രീതിയിൽ തന്നെയാണ്. പക്ഷെ അത് അംഗീകരിക്കാനായിട്ട് അദ്ദേഹം തയ്യാറല്ല. അത് വരുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് തെറ്റില്ല, മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റമല്ല ഇവിടെ വേണ്ടത്, പിന്നെ അദ്ദേഹത്തിന്റെ ഭരണത്തിന് കുഴപ്പമൊന്നുമില്ല, മറ്റു ചില ഘടകങ്ങളായിരുന്നു. അതും വലതുപക്ഷ മാധ്യമങ്ങളുടെ പ്രചരണവും എല്ലാം ചേർന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് പ്രതിരോധിക്കാനായിട്ട് സാധിച്ചില്ല തുടങ്ങിയ രീതിയിലത്തേക്കുള്ള തൊടുന്യായങ്ങൾ ഇറക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു മാർക്ക് ആന്റണി പ്രസംഗം കണക്കെയാണ് എന്ന്. നോക്കൂ, ഒരൊറ്റ കാര്യം നമ്മൾ ആലോചിച്ചാൽ മതി. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സമയത്തും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സമയത്തും അതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ്, ക്യാപ്റ്റനാണ്, ആണല്ലോ. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ അമ്പെ പരാജയപ്പെടുകയും ആ പരാജയം അടുത്ത തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുകയും ചെയ്യുന്ന സമയത്ത് ക്യാപ്റ്റന് പങ്കില്ല. ക്യാപ്റ്റന്റെ പ്രശ്നമല്ല, ഭരണത്തിന്റെ പ്രശ്നമല്ല. ജയിക്കുന്ന സമയത്തെല്ലാം തന്നെ അത് ഞങ്ങളുടെ നേട്ടമായി മാറുകയും പരാജയപ്പെടുന്ന സമയത്ത് അത് മറ്റുള്ള ഘടകങ്ങളുടെ, ഇവിടെയുള്ള വലതുപക്ഷ മാധ്യമങ്ങളുടെ, ഇവിടെയുള്ള ചില സാമുദായിക സംഘടനകളുടെ വർഗീയവൽക്കരണം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പോകുന്നു. നിങ്ങളെ ആൾക്കാർ റിജക്ട് ചെയ്തിരിക്കുന്നു എന്ന കാര്യം നിങ്ങൾ തയ്യാറാകുന്നില്ലെന്ന് മനസ്സിലാക്കാൻ. ഇപ്പോ തിരുത്തലുകളെ പറ്റി പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ ശ്രീ മഞ്ജുഷ്, ആരാണ് CPM-ൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ വരുത്തേണ്ടത്? ശ്രീ MV ഗോവിന്ദനാണോ? അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി അഭിപ്രായം പറയുന്ന ഏതെങ്കിലും ഒരു വക്താവാണോ? മന്ത്രിസഭയിലുള്ള ഏതെങ്കിലും ഒരു അംഗമാണോ? മുഖ്യമന്ത്രിയാണ്. ഞാൻ പറയട്ടെ, നമ്മുടെ നാട്ടിൽ ഈ കഴിഞ്ഞ കുറെ മാസങ്ങളായി ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി തന്നെ നമ്മുടെ പദാവിലേക്ക് സംഭാവന ചെയ്തിരിക്കുന്ന രക്ഷാപ്രവർത്തനം എന്നുള്ള വാക്കിന്റെ പുതിയ ഡെഫിനിഷനാണ്. അത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെല്ലാവരും തന്നെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. പാർട്ടി ഗുണ്ടകൾ എങ്ങനെയാണ് സമാധാനപരമായി പ്രതിഷേധം നടത്തുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനെ കൈകാര്യം ചെയ്യുന്നത് എന്ന് അതിനെ എൻഡോഴ്സ് ചെയ്യുകയും തുടർന്നുള്ള പല പ്രസംഗങ്ങളിലും ആ രീതിയിലത്തേക്കാണ് ഇവിടെ പെരുമാറ്റം ഉണ്ടാകേണ്ടത് എന്ന് പറയുകയും ചെയ്യുമ്പോൾ അദ്ദേഹമാണ് ഇവിടുത്തെ ആഭ്യന്തരം കൈയാളുന്നത് എന്നുള്ളത് കൊണ്ട് ആൾക്കാർക്ക് ഉണ്ടാകുന്ന ആശങ്കയാണ്. ഞാൻ ചോദിക്കട്ടെ, അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ആ രീതിയിലത്തേക്കല്ല ഇവിടെ ആൾക്കാർ പെരുമാറേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു തിരുത്തൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നാണോ ശ്രീ ഹസ്കർ പറയുന്നത്? അല്ലെങ്കിൽ അങ്ങനെ ഒരു തിരുത്തൽ ഉണ്ടാകും എന്നാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അങ്ങനെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. CPM എന്ന് പറയുന്ന പാർട്ടി സംവിധാനത്തിനെ പറ്റി നോക്കിക്കോളൂ. വടകരയിൽ ശ്രീമതി KK ശൈലജയെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുപിടിച്ച പ്രചരണം നടത്തി. ആ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് അവിടെ വന്നിരുന്ന വളരെ തെറ്റായിട്ടുള്ള 2 സമീപനങ്ങൾ. ഒന്ന് കാഫിർ, 2 അവിടെ ഒരു വ്യാജ വീഡിയോ ഉണ്ട് എന്ന്. ആ വ്യാജ വീഡിയോ അങ്ങനെ ഉണ്ട് എന്നും അത് കോൺഗ്രസിന്റെ, പ്രത്യേകിച്ച് അവിടെയുള്ള സ്ഥാനാർത്ഥിയുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് തയ്യാറാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് CPM-ന്റെ ചാനൽ ചർച്ചകളിൽ പോലും പങ്കെടുക്കുന്ന ഉന്നതരായിട്ടുള്ള വക്താക്കൾ വന്നിരുന്നിട്ടാണ് അവിടെ പത്രസമ്മേളനം നടത്തിയത്. ഞാൻ പറയുന്നത് ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുപറ്റി, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, അത് ഷാഫിക്കോ രാഹുൽ മാങ്കൂട്ടത്തിലോ അറിയില്ലായിരുന്നു എന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ട് ഒരു തെറ്റുതിരുത്തലിന് ഇവർ തയ്യാറാകും എന്നാണ് നമ്മൾ പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിരുന്ന മറ്റൊരു വിഷയമാണ് സിദ്ധാർത്ഥൻ വിഷയം. ആ സിദ്ധാർത്ഥൻ വിഷയവുമായി ബന്ധപ്പെട്ട് CPM-ന്റെ നിലപാട് എന്താണ്, CPM-ന്റെ നയം എന്താണ്, CPM-ന്റെ എത്ര ആൾക്കാർ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പങ്കെടുക്കുന്നു? ഇപ്പൊ ഈ എല്ലാവരും പറയുന്നുണ്ട്, ശ്രീ ഗോവിന്ദൻ അടക്കം പറയുന്നുണ്ട്, ശ്രീ ഹസ്കർ അടക്കം പറയുന്നുണ്ട്, പെൻഷൻ വിതരണം എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ നടത്താത്തത് കൊണ്ട് കുറേയധികം പ്രശ്നങ്ങളുണ്ടായി.
ശരി, ഇപ്പോഴെങ്കിലും അതിനെപ്പറ്റി ഉൾക്കൊള്ളാനായിട്ട് തയ്യാറാകുന്നുണ്ടോ? ഇന്ന് നിയമസഭയിൽ നമ്മൾ കണ്ടതല്ലേ, അടിയന്തര സ്വഭാവത്തോടു കൂടി ഈ വിഷയം അവിടെ ചർച്ച ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് മന്ത്രി ബാലഗോപാൽ പറഞ്ഞത് എന്താണ്? അതിനൊരു അടിയന്തര സ്വഭാവമൊന്നും ഇല്ല, അടിയന്തര പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യേണ്ടുന്ന ഒരു സ്വഭാവം ഈ വിഷയത്തിന് ഇല്ല എന്നാണ് പറയുന്നത്. പാർട്ടി അവരുടെ വീഴ്ചയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായി കണ്ടെത്തിയിരിക്കുന്ന വിഷയം സഭയിൽ ചർച്ച ചെയ്യാനായിട്ടുള്ള ഒരു അടിയന്തര പ്രാധാന്യം അർഹിക്കുന്നില്ല എന്ന നിലയ്ക്കാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ എന്തൊക്കെയാണോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഇന്നവിറ്റബിൾ ആയിട്ടുള്ള നിങ്ങളുടെ ഒരു ന്യായം പറച്ചിൽ എന്നതിനപ്പുറത്തേക്ക് അതിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ഉൾക്കൊള്ളുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ആൾക്കാരെങ്കിലും അതിൽ ഉന്നതരായിട്ടുള്ള ഏതെങ്കിലും നേതാക്കൾ അവരുടെ ശൈലി മാറ്റത്തിനോ അല്ലെങ്കിൽ ആ വാക്ക് വേണ്ട തിരുത്തലിനോ തയ്യാറാകുന്നത് നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും കഴിയില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ CPM-നെ വിമർശിക്കുന്ന നിരീക്ഷകരെ അടക്കം ബഹിഷ്കരിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് പാർട്ടിയെ വിമർശിക്കുന്ന നേതൃത്വത്തിനെ വിമർശിക്കുന്ന ആൾക്കാരെ സംസ്ഥാന ഘടകത്തിലോ അവരുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ സമിതിയിലോ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ പറയുന്ന ഈ വിമർശനം മുഖത്തോട് മുഖമിരുന്ന് കേൾക്കാനായിട്ടുള്ള ഒരു സഹിഷ്ണുത ഇവിടെ നിന്നാണ് ഉണ്ടാവുക? ആ സഹിഷ്ണുതയുള്ള നേതാക്കളാരും ഇന്നത്തെ പാർട്ടിയിലില്ല. അങ്ങനെയുള്ള സഹിഷ്ണുതയുള്ള നേതാക്കൾ ആ പാർട്ടിയിൽ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചോദ്യം ചെയ്യാൻ തയ്യാറായിരുന്ന പല ആൾക്കാരും ഇന്ന് പാർട്ടിയുടെ പല കീഴ്ഘടകങ്ങളിലും പ്രവർത്തിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആലപ്പുഴയിലുള്ള G. സുധാകരനെ നമുക്ക് ആർക്കും അറിയാത്തതല്ലോ അദ്ദേഹത്തിനെ. അദ്ദേഹം ഈ പാർട്ടിക്ക് നടത്തിയിരിക്കുന്ന സംഭാവനകളെ പറ്റി, മന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം എത്രത്തോളം അഴിമതി വിരുദ്ധനാണ്, അഴിമതി രാഹിത്യമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്ര എന്ന കാര്യത്തിൽ കോൺഗ്രസിന് പോലും എതിരഭിപ്രായമില്ലല്ലോ. അദ്ദേഹം ഇന്ന് എവിടെയാണ് നിൽക്കുന്നത്? അദ്ദേഹത്തിന്റെ കാര്യത്തിൽ പാർട്ടിക്ക് എത്രത്തോളം താല്പര്യമാണ് ഉണ്ടായത്? പൊളിറ്റിക്കൽ ക്രിമിനൽ എന്നൊക്കെ അദ്ദേഹത്തിനെ ആൾക്കാർ വിളിക്കുന്ന സമയത്ത് ഈ പാർട്ടിയുടെ എത്ര നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ഇത് അനാവശ്യമായിട്ടുള്ള പ്രസ്താവനയാണ്, അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണ്, അദ്ദേഹത്തിന് ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വിമർശനം ആരുടെ മുഖത്ത് നോക്കി പറയണം എന്നുള്ളതിനെ പറ്റി ഈ ഭജന സംഘത്തിന് അറിയാം. അതുകൊണ്ട് അവരത് പറയും, മറ്റുള്ള സ്ഥലത്ത് ഇവർക്ക് പറയാനായിട്ട് ഇവർക്ക്. പക്ഷേ ചില കാര്യങ്ങൾ സംസ്ഥാന സമിതിയിൽ വിമർശനമായിട്ട് വന്നിട്ടുമുണ്ട്. ശ്രീജിത്ത് പണിക്കർ, ചെറിയ രീതിയിലാണെങ്കിൽ പോലും അതുണ്ട് മുഖ്യമന്ത്രിയുടെ ചില നിലപാടുകൾ. അനിൽ ബോസ്, അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ വിദേശയാത്ര ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യമുണ്ട്. പിന്നെ ഈ മൈക്കിനോട് പോലും ദേഷ്യം തീർത്ത കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ വരുന്നു. പിന്നെ EP ജയരാജന് നേരെയും വിമർശനം ഉണ്ടായിട്ടുണ്ട്. ഈ ദല്ലാൾ ബന്ധം അത് മോശമായി പോയി, അത്തരം കാര്യങ്ങൾ ഒഴിവാക്കണമായിരുന്നു. ഇത്തരം രീതിയിലുള്ള വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തീരെ സഹിക്കാൻ വയ്യാതെ പാർട്ടിയിൽ നിന്ന് ചില എതിർ ശബ്ദങ്ങളും വന്നു തുടങ്ങി എന്നതിന്റെ സൂചന കൂടിയാണല്ലോ അനിൽ. അല്ല, വരട്ടെ, വന്നാൽ നല്ലത്, വന്നാൽ ആ പാർട്ടിക്ക് നല്ലത്, ആ പാർട്ടിക്കാർക്ക് നല്ലത്, അതിനൊന്നും എനിക്ക് വിരോധമില്ല. പക്ഷേ ഇപ്പം നമുക്കിതൊന്നും അങ്ങോട്ട് ബോധ്യപ്പെടുന്നില്ല. ഇപ്പം ഏറ്റവും അവസാനം നടന്നൊരു കാര്യം, ഇവിടെ പല കാര്യങ്ങളും ശ്രീജിത്ത് നമ്മുടെ ബഹുമാനി സുഹൃത്ത് ഇവിടെ പറഞ്ഞു ചർച്ചയിൽ. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ 11 കിലോമീറ്ററിൽ അകത്ത് കുടിൽ വ്യവസായം പോലെ ബോംബ് നിർമ്മാണം നടക്കുകയാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്, മുഖ്യമന്ത്രിയാണ്. എന്താ നടപടി? എന്താണ് സ്വീകരിക്കുന്നത്? ബോംബ് കയ്യിലിരുന്ന് പൊട്ടി നിർമ്മിക്കുന്നതിനിടയിൽ മരണപ്പെടുന്ന ആളുകൾക്ക് രക്തസാക്ഷി സ്മാരകങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പാർട്ടിയുടെ ലൈൻ എങ്ങനെയാണ് കേരളത്തിലെ പൊതുസമൂഹം കാണേണ്ടത്? എങ്ങനെയാണ് കാണേണ്ടത്? 2 ചെറുപ്പക്കാരെ അറുങ്കൊല ചെയ്തല്ലോ, കാസർഗോഡ് കൃപേഷിനെയും ശരത്ലാലിനെയും. ഒരു ഗവൺമെൻറ് ആ കുടുംബത്തിൻ്റെ കണ്ണീരൊപ്പാൻ നിന്നോ? ആ കുടുംബത്തിന് കൈത്താങ്ങാകാൻ നിന്നോ? ആ കൊലയാളികളെ രക്ഷിക്കാൻ വേണ്ടി സുപ്രീം കോടതിയിൽ പോകാൻ ഈ സാമ്പത്തികം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായി DA കൊടുക്കാത്ത, പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ കൊടുക്കാത്ത, KSRTC ജീവനക്കാർക്ക് ശമ്പളമില്ലാത്ത, പെൻഷൻ ഇല്ലാത്ത, ഇങ്ങനെ വളരെ ദുരിതം അനുഭവിക്കുന്ന സന്ദർഭത്തിൽ അവരെ സഹായിക്കാൻ ഒരു ടാസ്ക് എന്നുള്ള നിലയിൽ നടപടി സ്വീകരിക്കാമായിരുന്നല്ലോ മുഖ്യമന്ത്രിക്ക്. അതിന് പകരം ആ കൊലയാളികളെ രക്ഷിക്കാൻ സുപ്രീം കോടതിയിൽ പോകാൻ ഖജനാവിൽ നിന്ന് എത്ര കോടി മുടക്കി? എന്ത് സന്ദേശമാണ് ഇവർ നൽകുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിന്? ഈ പാർട്ടി എന്ത് കൊണ്ടാണ് CPM-ന്റെ ഏറ്റവും മുതിർന്ന നേതാവായ AK ബാലന് പാർട്ടി യോഗത്തിൽ പ്രസംഗിക്കേണ്ടി വരുന്നത്? ഞങ്ങളുണ്ടാക്കിയതാണോ? ഈനാമ്പേച്ചിയുടെയും മരപ്പട്ടിയുടെയും നീരാളിയുടെയും പുറകെ പോകണം എന്ന് പറഞ്ഞ് ഞങ്ങളുണ്ടാക്കിയ നരേറ്റീവാണോ? ഇവിടുത്തെ ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ ഉണ്ടാക്കിയ നരേറ്റീവാണോ? മുഖ്യമന്ത്രി ആണെങ്കിലും ആരാണെങ്കിലും തനിക്കും തൻ്റെ കുടുംബത്തിനും എതിരെ വരുന്ന ആരോപണങ്ങൾക്ക് ക്ലാരിറ്റിയോടുകൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുകയാണോ ചെയ്യുന്നത്? ആരെങ്കിലും ഒരാൾ തിരുത്താൻ പറഞ്ഞാൽ, കൂറുലോസ് തിരുമേനിയുടെ കാര്യം എടുക്കാം, ഒരു ക്രിയാത്മകമായ നിർദ്ദേശം. എല്ലാ കാലത്തും പിണറായി വിജയനും ഇടതുപക്ഷത്തിനും വേണ്ടി അഭിപ്രായം പറയുന്ന ആളല്ലേ അദ്ദേഹം. ഒരു ചെറിയ തിരുത്തലിന് നേതൃത്വം നൽകിയപ്പോൾ അദ്ദേഹത്തോടുള്ള സമീപനം എന്താ ഈ പാർട്ടിക്ക്? SNDP യോഗത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ എന്ന് പറയുന്നത് വെച്ച് നോക്കിയാൽ ഞങ്ങൾക്ക്, ഇപ്പം ഞാൻ കോൺഗ്രസ് പാർട്ടി എന്നുള്ള നിലയിൽ പറയുക, SNDP യോഗത്തിൻ്റെ ചരിത്രത്തിൽ നമ്മളൊരു 100% നമ്മൾ പരിശോധിച്ചാൽ
അതിൽ 75-80% കോൺഗ്രസിന് അനുകൂലമായി, UDFന് അനുകൂലമായി അതിന്റെ ഭാഗമായി നിന്നിട്ടുള്ളവരാണ്. ഈഴവ സമുദായത്തിന്റെ നേതൃത്വം, ആ സംഘടനയൊക്കെ നിന്നിട്ടുള്ളതാണ്. ആരാ നിൽക്കാത്തത്? ഞങ്ങൾക്ക് അവരെ ശത്രുപക്ഷത്ത് നിർത്താൻ പറ്റുമോ? ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാത്ത സാഹചര്യം ഉണ്ടെന്നേ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ സമുദായത്തിൽപ്പെട്ട മജോറിറ്റി പീപ്പിൾ നമ്മൾക്കെതിരായി വോട്ട് ചെയ്തിട്ടുണ്ട്. BJPയുടെ മുന്നണിയിലുള്ള BDJS പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കാൻ വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. വോട്ട് ചെയ്തിട്ടില്ല എന്ന് CPMന് നിഷേധിക്കാൻ കഴിയുമോ? മുഖ്യമന്ത്രിക്ക് നിഷേധിക്കാൻ കഴിയുമോ? നിഷേധിക്കാൻ കഴിയില്ല. അപ്പം തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങളിൽ റിവ്യൂ വരുമ്പോൾ അത് സത്യസന്ധമാകണം, ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടണം, രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടണം, അത് സുതാര്യമാവണം. ഒരു വ്യക്തിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു കുഴപ്പവുമില്ല, ബാക്കിയുള്ള കണ്ടു നിന്നവരും മറ്റു സമുദായക്കാരും മറ്റു പാർട്ടിക്കാരും മാധ്യമങ്ങളുമാണ് തെറ്റുകാർ എന്നൊക്കെയാണ് നിരീക്ഷിക്കുന്നതെങ്കിൽ ഇവർ വിഡ്ഢികളുടെ അവസാനമായി ഹസ്കർ മാറാൻ തയ്യാറെടുത്തു കഴിഞ്ഞു എന്ന രീതിയിലുള്ള മെസ്സേജ് വരുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി മാറാൻ തയ്യാറെടുത്തിട്ടില്ല. ഈ ഒരു മൂടുപടം അണിഞ്ഞിപ്പോഴും, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ഒരു മൂടുപടത്തിനുള്ളിൽ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണല്ലോ പാർട്ടി. താങ്കളുടെ വിശ്വാസം അങ്ങനെയല്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയാണെന്ന് ഇപ്പോൾ കരുതാൻ പറ്റുകയുള്ളൂ. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമുള്ള വിവരദോഷി പ്രയോഗം ഉൾപ്പെടെ അല്ല, അഭിവന്തി പിതാവ് മാർ ഗീവർഗീസ് കുര്ലോസിനോട് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞ സർവാത്മന സ്വീകാര്യമായി ആ വിമർശനത്തെ വിമർശനമായി തന്നെ കാണേണ്ടതായിരുന്നു. അവിടെ പറഞ്ഞ അഭിപ്രായം, സഖാവ് പിണറായി വിജയൻ പറഞ്ഞ അഭിപ്രായം, വിവരദോഷി പ്രയോഗം തെറ്റായിരുന്നു, ഒരു സംശയമില്ല കാര്യത്തിൽ. അത് അങ്ങനെ ന്യായീകരിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഒരു സാധാരണ പച്ചയായ മനുഷ്യൻ, ആ പച്ചയായ മനുഷ്യൻ ജീവിത യാഥാർത്ഥ്യങ്ങളും സമരങ്ങളും തീക്ഷ്ണതയിലും വളർന്നു വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് സഖാവ് പിണറായി വിജയൻ. അപ്പോ അദ്ദേഹം പച്ചയായി തന്നെ പല ഘട്ടങ്ങളിലും പ്രതികരിച്ചിട്ടുണ്ട്. അത് അതിരുവിട്ട വാക്കുകളായി പോയി. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന ചിന്തയും വിനയാന്വിതമായ ശിരസുമായി വേണം പൊതുസേവനത്തിനായി ഇറങ്ങേണ്ടത്. ഇവിടെ ചില പിശകുകൾ സംഭവിച്ചിട്ടുണ്ട്. വ്യക്തിപരമായി സഖാവ് പിണറായി വിജയനെതിരെ നിങ്ങളുടെ മാധ്യമ വേട്ടകൾക്കൊടുവിൽ അദ്ദേഹം ചിലപ്പോൾ ക്ഷുഭിതനായിട്ടുണ്ടാവാം. ആ ക്ഷുഭിതനാകുന്ന സഖാവ് പിണറായി വിജയനെ മാത്രമാണ് നിങ്ങൾ എടുത്തുയർത്തി കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സത്യസന്ധതയും അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും എന്താണെന്ന് കൂടി വിലയിരുത്തിയിട്ട് വേണം ഇപ്പോ അദ്ദേഹം ശൈലി മാറണമെന്നത്. അദ്ദേഹത്തിന്റെ ശൈലി മാറുന്നേ, ഒരു സംശയവും വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത്, ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത്, അതുപോലെ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് പോലെ അദ്ദേഹം ശൈലി മാറ്റി രാഷ്ട്രീയത്തിൽ അതീവ സജീവമായി തന്നെ ഉണ്ടാവും, ഒരു സംശയം വേണ്ട. ശരി, ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി. അതുകൊണ്ടാണ് എന്തായാലും CPMന്റെ കുറേയേറെ കോർ വോട്ടുകൾ, അത് SNDP യോഗം ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുമുണ്ട്. ഈഴവ സമുദായത്തിന്റെ വോട്ടുകൾ BJPയിലേക്ക് പോയിട്ടുമുണ്ട്. പക്ഷേ അത് SNDP യോഗത്തിന്റെ കുഴപ്പം കൊണ്ടാണോ, അല്ലെങ്കിൽ ഈ വോട്ട് ചെയ്തവരുടെ കുഴപ്പം കൊണ്ടാണോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഈ കാര്യങ്ങളുണ്ടല്ലോ, അവർ വർഗീയവൽക്കരിക്കപ്പെടുന്നു. അങ്ങനെയുള്ള വിലയിരുത്തലിലേക്ക് CPM പോയതിനെയാണ് ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തവർ എതിർത്തത്. എന്തായാലും വോട്ടുകൾ പോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അത് പാർട്ടിയുടെ നിലപാട് തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷെ അതിന് കണ്ടെത്തിയ കാരണങ്ങളാണ് വിചിത്രം. ഒപ്പം തന്നെ മുഖ്യമന്ത്രി എന്ത് ശൈലിയാണ് മാറ്റാനുള്ളത് പാർട്ടിയുടെ മജോറിറ്റി ഭാരവാഹികൾ വോട്ട് ചെയ്തിട്ടുണ്ടെന്നേ UDFന്. ശരി, നന്ദി. കണ്ടുപിടിക്കേണ്ട ആദ്യം SNDP വോട്ടുകൾ BJPക്ക് മറിച്ചെന്ന് CPM വിലയിരുത്തൽ ശരിയോ എന്നായിരുന്നു ഇന്നത്തെ ചോദ്യം. അതേ എന്ന് 75% പ്രേക്ഷകർ, അല്ലെന്ന് 22%, നിഷ്പക്ഷം 3%. അവസാനം